जितप्रियं बुद्धिमतां स्वादात्मजं वानरयूथमुख्यं श्रीरामदूतं चिन्तामणि प्रसीद जानकीनाथ श्रीरामप्रस्थानिके मामुद्धतुरन्नाथ ओरात्रं साधनं शरणं मे जगन्नाथ शरणं भक्तवत्सला भवमे शरणं देव नमोऽस्मि रामचन्द्राय शरणागततत्परा त्राहि मां सर्वलोकेश तावत्रय महानलात् रामाय रामभद्राय रामचन्द्राय वेदसे रघुनाथाय नाथाय सीताय पदये नमः श्रीमद्नारायणाख्योऽयं प्रत्यक्ष रामचन्द्रहि सर्वान् कामान् वाप्नोति इह लोकपरित्रजा ऐश्वर्यं ज्ञानसम्पत्ति आयुरारोग्य जीविता सर्वं देहि मया नाथ तं नादं जगत्पते सानन्दरूपं सकलप्रबोधनम् आनन्ददानामृतपारिजातम् मानुष्यपद्मेषु जगत्स्वरूपं प्रणौहि तुञ्जते आर्यपादम् जानकीकान्तस्मरणं जय जय राम राम श्री आञ्जनेयमूर्ति की जय വേദസി വെങ്കട് കൃഷ്ണന്റെ പേരിൽ പാടും കരുണാമയനേ താമസമരുതേ തിരുമിയുണരുണര് കരുണാമയനേ താമസമരുതേ തിരുമിയുണരുണര് നാദലോളം മുരളികയുണര് നാദലോളം മുരളികയുണര് നാഭിയിൽ പാർന്നുണരുണര് കരുണാമയനേ താമസമരുതേ തിരുമിയുണരുണര് വാഗസാധിക തിരുമയ്യുണര് വാസന പൂവഴ കുളിരുണര് വാഗസാധിക തിരുമയ്യുണര് വാസന പൂവഴ കുളിരുണര് കാളിയനാദനമാടും താളത്ത് കാതല കള കള മുനരുണര് കരുണാമയനേ താമസമരുതേ തിരുമേനിയുണരുണര് യോഗി മാനസ മാകടലുണര് ശ്രീ അനന്തന്റെ നാവുണര് യോഗി മാനസ മാകടലുണര് ശ്രീ അനന്തന്റെ നാവുണര് കാളി കാട്ടിലെ കടമ്പിൽ കവിതകളുണര് കൽപ്പാന്ത പുണ്യം തുയിലുണര് കാട്ടിലെ കടമ്പിൽ കവിതകളുണര് കൽപ്പാന്ത പുണ്യം തുയിലുണര് കരുണാമയനേ താമസമരുതേ തിരുമിനിയുണരുണര് നാദലോളം മുരളികയുണര് നാദലോളം മുരളികയുണര് നാഭിയിൽ പാർന്നുണരുണര് കരുണാമയനേ താമസമരുതേ തിരുമിനിയുണരുണര്. അടുത്തത് അയ്യപ്പ സ്തുതി
പരമേശ്വരൻ. എല്ലാവർക്കും നമസ്കാരം. ശ്രീധർമ്മശാസ്ത്ര പാഹിമാം ജയ് ശ്രീ ശബരീശ രക്ഷമാം മണികണ്ഠനേ നീ പാഹിമാം ജയ് കലിനാശനാനേ പാഹിമാം മോഹിനി സുധനെ മോഹന രൂപം മോഹം മകതുകവാലനെ മോഹിനി സുധനെ മോഹന രൂപം മോഹം മകതുകവാലനെ മണ്ഡല കാലമിതാ വന്നല്ലോ നിൻമണിമാലയും കഴുത്തിൽ വീണല്ലോ മണ്ഡല കാലനീതാ വന്നല്ലോ നിൻമണിമാലയും കഴുത്തിൽ വീണല്ലോ നിന്നിൽ മനസാകയും അലിഞ്ഞു പോയല്ലോ എന്നെ കാത്തിടുക നീ അയ്യപ്പ നിന്നിൽ മനസാകയും അലിഞ്ഞു പോയല്ലോ എന്നെ കാത്തിടുക നീ അയ്യപ്പ ശ്രീധർമ്മശാസ്ത്ര പാഹിമാം ജയ് ശ്രീ ശബരീശ രക്ഷമാം ജയ് മണികണ്ഠനേ പാഹിമാം ജയ് കലിനാശനാനേ പാഹിമാം വൻപുലി മുതുകിൽ കയറിയ ഭഗവാൻ വന്മല കയറ്റുക ഞങ്ങളെ വൻപുലി മുതുകിൽ കയറിയ ഭഗവാൻ വന്മല കയറ്റുക ഞങ്ങളെ നിൻ സ്വയരൂപത്തെ ഞങ്ങൾ കാണുവാൻ നിൻ സ്വയരൂപത്തെ ഞങ്ങൾ കാണുവാൻ മലയാകെ നടന്നിതാ വന്നല്ലോ നിൻ സ്വയരൂപത്തെ ഞങ്ങൾ കാണുവാൻ മലയാകെ നടന്നിതാ വന്നല്ലോ മാമണിപീഠത്തിൽ വാഴും ദൈവമേ മാമണിപീഠത്തിൽ വാഴും ദൈവമേ എന്നെ കാത്തിടുക നീ അയ്യപ്പ മാമണിപീഠത്തിൽ വാഴും ദൈവമേ എന്നെ കാത്തിടുക നീ അയ്യപ്പ ജയ് ശ്രീധർമ്മശാസ്ത്ര പാഹിമാം ജയ് ശ്രീ ശബരീശ രക്ഷമാം ജയ് മണികണ്ഠനേ പാഹിമാം ജയ് കലിനാശനാനേ പാഹിമാം 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 ജയ് ശരണമയ്യപ്പ राम लक्ष्मण जानकी जय बोलो हनुमान जी 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 राम लक्ष्मण सीता जय बोलो हनुमंता राम लक्ष्मण सीता जय बोलो हनुमंता राम लक्ष्मण जानकी जय बोलो हनुमान जी जय बोलो हनुमान जी जय वीर धीर शूर पराक्रम रामदूत राम भक्त श्री आंजनेय स्वामी की जय जय राजा रामचंद्र मूर्ति की जय नमस्कार ഇന്നത്തെ കഥാസംഗ്രഹത്തിലോട്ട് കിടക്കാം. നമസ്തേ 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 നമസ്തേ. സുന്ദരകാന്ഡം. അതെ, നമ്മള് ആദ്യം ഈ പറയുന്ന നമ്മൾ സ്തുതികൾ ചൊല്ലാൻ തന്നവർക്ക് പേരൊക്കെ പെൻഡിങ് ആയിട്ട് വെക്കാം. പക്ഷെ നമുക്ക് ഇന്നും ഇന്നലെയും വന്ന പ്രഭാഷകര് കുറച്ച് നമ്മൾക്ക് വളരെ
കുറച്ച് കഥ പറയാൻ കൂടുതൽ കഴിവുള്ളവരായി കാരണം നമ്മൾ സ്തുതികൾ കുറയ്ക്കുക, അവർക്ക് കൂടുതൽ സമയം കൊടുക്കുകയാണ്. നമുക്ക് പുതിയ പുതിയ കാര്യങ്ങളൊക്കെ കേൾക്കാലോ എന്ന് വെച്ചിട്ടാണ്. അപ്പൊ നാളെ ഈ സ്തുതികളെ പാടാൻ പേര് തന്നവർ പേരൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ശ്യാമ പറഞ്ഞിരുന്നു വിളിച്ചു വരുന്നു. നമുക്ക് ഇന്നത്തെ കഥ സംഗ്രഹം വേഗം ചുരുക്കി പറയാം. ഇന്നലെ നമ്മൾ കണ്ടിരുന്നു വളരെ സങ്കടത്തോടുകൂടി ഒരു വളരെ കൃത്യഗാത്രിയായിരിക്കുന്ന മൈഥിലി. ആ മൈഥിലിയെ ഹനുമാൻ ആദ്യമായി കാണുന്നു ശിംശുഭ വൃക്ഷത്തിന്റെ മേലെ ഇരുന്ന്. അപ്പോ ഈ സൃജത എന്നൊരു രാക്ഷസി പറയുന്നുണ്ട് സീതയുടെ തത്വങ്ങളൊക്കെ അറിയാം. അപ്പൊ മറ്റുള്ള രാക്ഷസികളോടൊക്കെ പറയുന്നുണ്ട് സീതയെ നല്ലപോലെ പരിചരിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് അങ്ങനെ ആ രാഷ്ട്രീയൊക്കെ എഴുതി നോക്കിയപ്പോ ഇതിലൊക്കെ ഉറക്കും ഇതൊക്കെ എഴുതി നോക്കിയപ്പോ മൈഥിലി വിചാരിക്കുന്നു കാലത്തായി കഴിഞ്ഞാല് ഈ രാക്ഷസികളൊക്കെ എന്നെ തിന്നും. അപ്പോ എന്റെ ഉടല് ഭക്ഷിക്കും. ഞാൻ ഇന്നത്തെ ഒരു കാര്യമില്ല. കാകുൽത്തനും കരുണാഹീനൻ എത്രയും ശ്രീരാമൻ എത്രയും കരുണയില്ലാതെ പോയി ഇതുവരെ എന്നെ അന്വേഷിച്ച് വന്നില്ല. അതുകൊണ്ട് ഞാൻ ഇനി ആത്മഹത്യ ചെയ്യുക തന്നെ എന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോ ഈ മരത്തിന്റെ മേലിൽ നിന്ന് ചില രാമകീർത്തനങ്ങളും രാമന്റെ കഥകളൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പൊ അതിങ്ങനെ പറയുന്നുണ്ട്. ജഗതമല നയന രവി ഗോത്രി ദശരഥൻ ജാതനായാനവൻ തന്നുടെ പുത്രനായി രമണ തുല്യരായി 4 പേരുണ്ട്. അങ്ങനെയാണ് ഈ കഥ തുടങ്ങുന്നത്. ഈ ശിംശുഭ വൃക്ഷത്തിന്റെ മേലിൽ നിന്ന് കേൾക്കുന്ന കഥ അങ്ങനെയാണ്. സൂര്യ വംശത്തിലെ ദശരഥന് 4 മക്കളുണ്ടായി. രമണ തുല്യരായിരുന്നു, കാമദേവ തുല്യരായിരുന്നു. അങ്ങനെ അച്ഛന്റെ സത്യം മാനിക്കാനായി അതിൽ ശ്രീരാമൻ ഭാര്യയോടുകൂടി കാട്ടിൽ പോയി. കാട്ടിൽ വെച്ച് സീത അപഹരിക്കപ്പെട്ടു. ആ സീതയെ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ശ്രീരാമൻ നടന്ന് രവിപുത്രനുമായി സഖ്യം ചെയ്ത് ഇന്ദ്രപുത്രനെ ഒരൊറ്റ അമ്പ് കൊണ്ട് കൊന്നു. അങ്ങനെ കുറെ വാനരന്മാരെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അയച്ചു. അതിൽ ഒരുത്തൻ തെക്കോട്ട് പോകുന്നു. ഇതിൽ ഒരുത്തൻ ഇത്രയും വലിയ ഒരു സമുദ്രം ചാടിക്കടന്ന് ഇവിടെ എത്തി എന്നൊക്കെ പറയുമ്പോ സീതയ്ക്ക് സംശയം. ഈ രാക്ഷസന്മാര് സ്വതവേ മായാവികളാണ്. ഇവര് പറയുന്നതൊക്കെ അറിയില്ല. അപ്പൊ എന്തായാലും പറഞ്ഞു ഈ കഥ പറയുന്നത് ആരായാലും എന്റെ മുന്നിൽ നേരിട്ട് വരട്ടെ. അങ്ങനെയാണ് ആദ്യം ഹനുമാൻ ഒരു വളരെ സ്വച്ഛമായി ചെറിയ ഒരു രൂപത്തിൽ ദേവിയുടെ മുന്നിൽ വരുന്നു. അപ്പോഴും ദേവി എന്താ വിചാരിച്ചത്? കുസൃതി ദശമുഖനു തരുതെന്നു നിരൂപിച്ചു. ഇത് എപ്പോഴും രാവണന് ഇങ്ങനത്തെ കുസൃതികളൊക്കെ ഉണ്ട്. അപ്പൊ നോക്കുന്നില്ല. പക്ഷെ നോക്കാതെ അപ്പോ ഹനുമാൻ പറയുന്നുണ്ട്, സുമുഖി കവി കുലത്തിലകനായ സൂര്യാത്മജൻ സുഗ്രീവ ഭൃത്യൻ ജഗത്പ്രാണനന്ദനൻ കപട മുഴുവരുടും ഒരു പൊഴുതും അറിയുന്നില്ല കർമ്മണ വാച മനസ്സാദി മാതാവേ. എന്റെ പ്രിയപ്പെട്ട അമ്മേ, ഞാൻ ഒരിക്കലും കള്ളോ കപടോ മനസ്സിനെ പോലും വിചാരിച്ചിട്ടില്ല. ഈ വാക്കുകളുടെ ഒരു ആത്മാർത്ഥത സീതാദേവിയുടെ മനസ്സിൽ തട്ടുന്നു. അങ്ങനെ സീതാദേവി കാര്യങ്ങൾ ചോദിക്കുന്നു. അപ്പോ ഹനുമാൻ പറയുന്നുണ്ട്, ഞാൻ അങ്ങേ അന്വേഷിച്ചു വന്നാണ്. എന്റെ കയ്യില് അങ്കുലി മോതിരം തന്നിട്ടുണ്ട് ഭഗവാൻ. അത് കാണിക്കുന്നു. സീതയ്ക്ക് വിശ്വാസമായി. സീതയും തിരിച്ച് മൗലി രത്നം ഹനുമാന്റെ കയ്യിൽ കൊടുക്കുന്നു. അത് കൂടാതെ ഒരു കഥയും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. വിശ്വാസം വേണ്ട, ഈ മൗലി രത്നം മാത്രം പോയാ എന്ന് പറഞ്ഞ് ഇവർക്ക് 2 പേർക്കും മാത്രം അറിയുന്ന ഒരു കഥ പറഞ്ഞു കൊടുക്കുന്നു. ഒരിക്കൽ 2 പേരും കൂടെ ശ്രീരാമനും സീതയും കൂടി കാട്ടിൽ ഇങ്ങനെ സ്വൈരമായി വിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോ ഇന്ദ്രന്റെ പുത്രനായ മൈന്ദൻ വന്ന് ഒരു കാക്കയുടെ രൂപത്തിൽ വന്ന് ഇവരെ ബുദ്ധിമുട്ടിച്ചു. അപ്പോ ശ്രീരാമൻ ഒരു അമ്പ എടുത്തെയ്തു. അതുകൊണ്ട് കാക്കയുടെ ഒരു കണ്ണുപോയി എന്നൊക്കെ അങ്ങനെ ഒരു കഥയും പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഒരു അടയാളവാക്യം എന്നുള്ള നിലയ്ക്ക്. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് അപ്പൊ ദേവി ചോദിക്കും, നിനക്ക് ഇത്രയൊക്കെ പറ്റുമോ? നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഇവിടെ കടന്നു വന്ന് നിങ്ങൾക്ക് എന്നെ രക്ഷിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോ ഹനുമാൻ വളരെ കോൺഫിഡൻസോട് കൂടി നല്ല ഉത്തമമായിട്ടുള്ള ഒരു ഇതോടുകൂടിയാ പറയുന്നത്. അതൊക്കെ ധാരാളം പറ്റും. അത് മമ ചുമലിൽ ഇരുവിനോട് എടുത്തു കടത്തുവാൻ, എന്റെ ചുമലിലെങ്കിലും ഞാൻ എടുത്ത് ഈ കവിവല്യൊക്കെ ഇവിടെ കൊണ്ടുവരാൻ. മൈഥിലി കിം വിഷാദം ബന്ധാമാനസേ, അതിനെ കുറിച്ച് അമ്മയ്ക്ക് ഒരു മനസ്സിലൊരു വിചാരേ വേണ്ട എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ അത്രയും അതാണ് ഒരു ദൂതന്റെ ഒരു കാര്യം, ലക്ഷണം. അത്ര കോൺഫിഡൻസോട് കൂടി ആത്മവിശ്വാസത്തോടു കൂടി പറയുമ്പോൾ നമുക്കൊരു വിശ്വാസം വരും ഉറപ്പായിട്ടും. അത്രയൊക്കെ കഴിഞ്ഞിട്ട് നോക്കിയപ്പോ ഹനുമാന് തോന്നി, ഞാൻ ഇവിടെ വന്നു, അമ്മയെ കണ്ടു, ശ്രീരാമന്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നു. പക്ഷെ ഇതിപ്പോ ഞാനിവിടെ വന്ന് ഇങ്ങനെ ഒരു പോയി കഴിഞ്ഞാൽ ഇവിടെ ഞാൻ വന്നു എന്നുള്ള കാര്യം വരെയുള്ളവർക്കും അറിയണ്ടേ, അല്ലെങ്കിൽ ഒരു മോശമല്ലേ. ഞാൻ അങ്ങനെ എൻ്റെ ഒരു അന്യായിട്ട് സാമിക്കല്ലേ മോശം എന്ന് പറഞ്ഞ് ഈ
കിംസ് അശോക വഴി ഒഴിച്ച് ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ എല്ലാ വൃക്ഷങ്ങളും പിഴുതെറിയുന്നു. ലങ്ക ആകെ ഒരു ഈ കവി കടന്നുപോയ ആളുകൾ ആന കടന്ന കരിമീൻ തോട്ടം ആകെ നശിപ്പിക്കുന്നു. ഇതിങ്ങനെ രാവണൻ അറിയുന്നു. രാവണന്റെ ഒരു മകനെ അയക്കുന്നുണ്ട്. മകൻ കൊല്ലപ്പെടുന്നു ഹനുമാന്റെ കയ്യിൽ നിന്ന്. അത് രാവണന് വല്ലാത്തൊരു അടിയായിപ്പോയി. അപ്പൊ രാവണൻ പറഞ്ഞു, ഞാൻ തന്നെ പോകാം, ഇവനെ കൊന്നിട്ടേ പിന്നെ എന്റെ മകന്റെ കനിഷ്ഠോദൊക്കെ ഞാൻ ചെയ്യുന്നുള്ളൂ എന്ന് പറഞ്ഞിരിക്കുമ്പോ ഇന്ദ്രജിത്ത് വന്നിട്ട് പറയാം, അച്ഛൻ എന്തിനാ പോകുന്നത്, അവനെ ഞാൻ കെട്ടിപ്പിടിച്ചു, അവനെ ബന്ധനസ്ഥനാക്കി കൊണ്ടുവരാം എന്ന് പറഞ്ഞ് ഇന്ദ്രജിത്ത് പോകുന്നു. ഇന്ദ്രജിത്ത് പോയി ഒരു വലിയൊരു യുദ്ധമൊക്കെ നടത്തുന്നുണ്ട്. പക്ഷെ ഇന്ദ്രജിത്ത് അവസാനം ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കുന്നു. അപ്പൊ അത് ബ്രഹ്മാസ്ത്രം വരുന്ന നേരത്ത് കഴിഞ്ഞപ്പോ ഹനുമാനെ മനസ്സിലായി. അപ്പൊ ഹനുമാൻ അനിലജനും അതിന്റെ ബഹുമതിയോട് ആദരിച്ച് ആഹന്ത മോഹിച്ചു വീണിതു ഭൂത്തരെ, അല്ലെങ്കിൽ അതിനോട് വലിയ കാര്യമായിട്ടൊന്നും ഹനുമാന് പ്രതികരിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്നിരുന്നാലും അതിനോടുള്ള ബഹുമാന പുരസ്സരം അതിന് കീഴടങ്ങുന്നു. ഇത്രയാണ് നമ്മൾ ഇന്ന് വായിക്കുക. നാളെയാണ് ഹനുമാൻ രാവണ സന്നിധിയിൽ പോകുന്നതും രാവണനെ നേരിട്ട് കണ്ട് സംസാരിക്കുന്നതൊക്കെ വളരെ ഭംഗിയായിട്ടാണ് അത് സെഷൻ എഴുതിയിരിക്കുന്നത്. നമുക്ക് ഇന്ന് വായിക്കാൻ പോകുന്ന കഥാഭാഗം ഇത്രയേ ഉള്ളൂ. നമുക്ക് പാരായണം തുടരാം. നമസ്തേ. സ്തുതി പാടിയത്. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ, ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ, ശ്രീരാമ രാമ രാമ സീതാഭിരാമ ജയ, ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ, ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ, ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ, ശ്രീരാഘവാത്മാ രാമ, ശ്രീരാമ രമാപതേ, ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ. ശ്രീരാമനാമം പാടി വന്ന പൈക്കിളിപ്പെണ്ണേ, ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ, ശാരിക പൈതൽ ദാനം വന്നിച്ചു വന്യന്മാരെ, ശ്രീരാമ സ്തുതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. ജീവനസ്മരണം ജയ ജയ രാമ രാമ. സോ നമസ്കാരം എല്ലാവർക്കും. ഇന്നത്തെ പാരായണം തുടങ്ങാം. ശ്രീമതി വിജയലക്ഷ്മി ആണ് തുടങ്ങേണ്ടത്. നമസ്തേ. വിജയലക്ഷ്മി പറയുന്നത് ചെറിയൊരു തിരിച്ചൽ പറഞ്ഞത്, ഇന്ദ്രന്റെ മകൻ ജയന്തനായിരുന്നു. മൈന്ദ്രന്റെ പറഞ്ഞത് തെറ്റായിരുന്നു. ജയന്തനാണ് ഇന്ദ്രന്റെ മകന്റെ പേര്. ആമായിട്ടുള്ളൂ വിജയലക്ഷ്മി. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പദയേ നമഃ. ഹനുമൻ സ്വാമിക്ക് ജയ്. ഉഷസി സചരി കളിവരുടലും മമ ഭക്ഷിക്കൂ, ഉറ്റവരായിട്ടൊരുത്തരൂമേ മരണമിക വരുവതിനും ഒരു കഴിവു കണ്ടീല. വീരനോ നിന്നെ മറന്നിരു കളവിനിക വിരവിനൊരു ജീവനമധ്യ ഞാൻ. കാകുൽസ്ഥാനം കരുണാഹീനനത്രയും കാകുൽസ്ഥനം കരുണാഹീനനത്രയും മനസ്സി മുകുരിക്ക് കലതുമോർത്തു സന്താവേന മന്ദമന്ദം മെരുന്നേറ്റു നിന്നാകുലാൽ തരളതര ഹൃദയമുരു ഭർത്താരമോർത്തോർത്തു താങ്ങു തുടർന്നു ശിക്ഷവാശാകയും സഭയ പരവശ തരളമാലംഭ്യവർത്തവും സന്തതം വർത്തോ വിലാപം തുടങ്ങിനായി. പവനസുതനിക കലവുമാലോക്യമാനസേ കാത്തൂപതുത്തി പറഞ്ഞു തുടങ്ങിനാൻ. ജഗതമലനയനവരഗോത്രേ ദശരഥൻ ജാതനായാനവന്റെ പുത്രരായി ജതിരമണ തുല്യരായി നാലുപേരുണ്ടിദൂരമണ ഭരതശത്രുഘ്നന്മാർ. രജനിജരകുലനിധനകേതുഭൂതൻ പിതൂരാജ്ഞയാ കാനനം തന്നിൽ വാടിനാൻ.
ജനകനകസുതയും അവരജനുമായി സാദരം ജാനകീ ദേവിയെ തത്ര ദശാനനൻ കപടതൈലതിവേഷമായി കട്ടുകൊണ്ടിടിനാൻ കാണാൻ ദുഃഖിച്ചു രാമനും തമ്പിയും തിരിഞ്ഞു നടക്കുമ്പോൾ വീണു കിടക്കും ജടായുവിനെ കണ്ടു പരമഗതി പുനരവനു നൽകിയ മാല്യവാൽ ഭഗത പാർശ്വേ നടക്കും ഇതോ കഥാ. ശ്രീമതി വൃന്ദാലക്ഷ്മി ചേച്ചി. ജാനകീകാന്ത സ്മരണം ജയ ജയ രാമ രാമ ആഞ്ജനേയ സ്വാമിക്ക് ജയ. ശരണ്യസുതനോട് സപതി സഖ്യവും ചെയ്തിരു സത്വരം കുന്തു സത്രസുതനി കണ്ടു വരുവാനയത്തോ പുണ്യവാനായ സമ്പാദിതൻ കാത്തിനാൽ ജനനിധിയുമൊരു വൃക്ഷവും തന്മൂലദേശേ ഭവതിയേയും മുത കനിവിനോട് കണ്ടു കൃതാർത്ഥനായേനഹം കാമലാഭാർഗത്തിനായിരിനെ ഭഗവതനുദരതിനക്രമപ്രിയതരൻ മമ ഭാഗ്യമഹോ മമ ഭാഗ്യം നമോസ്തുതേ. പ്രഭവപുരവരനിധി പറഞ്ഞരഞ്ഞിരുന്നാൻ പിന്നെ ഇടകാതിരുന്നാന രക്ഷണം ഇനി തിരസുവരവര ചരിത്രം ക്രമേണമേ കീർത്തിച്ചതാകാശമാർഗേ മനോഹരം പവനൊരു കൃപയോട് പറഞ്ഞു കേൾപ്പിക്കയോ പാപിയാമെന്നുടെ മാനസഭ്രാന്തിയോ സുചിരതരമൊരു പുറങ്ങാതിനാണികൾ സ്വപ്നമോ കാണാനവകാശമില്ലല്ലോ തരതരപതിദരിതമാറ്റു കരുണാമൃതം സത്യമായി വന്നിതാവൂ മമാ ദൈവമേ ഒരു പുരുഷനിതു മമ പറഞ്ഞുവെന്നാകിൽ അത്യുത്തമൻ മുമ്പിൽ നീ കാണാൻ വരേണമേ. ജനകമൃഗതു വചനം കേട്ടു മാരുതി രാജമോദം മന്ദമന്ദ നിറങ്ങിനാൻ നിയമകൾ ശരണങ്ങളിലാന്തികേനൂനം മത്സരിച്ചാൻ ഭക്തിപൂർവകം തൊഴുതു ചെറുതവരവനാഥു നിന്നീടിനാൻ കരുതിന്റെ തുല്യ ശരീരനായി ഇവിടെ മുഖവേഷമായി എന്നെ മോഹിപ്പിപ്പതിനു വരികയോ ഇവ ശിവി കരുതി വിധിലപുത്രിയും ചേതീ ഭീതിയെ കലർന്നു മരുവിനാൾ മുഖനു പെരുതന്നു നിരൂപിച്ചും പെട്ടിരുന്നതോ കണ്ടു കവീന്ദ്രനും. ശരണമിക ചരണ സരസിജമകിലനായികെ ശങ്കിക്ക വേണ്ട കുറഞ്ഞൊന്നുമെന്നീ തവസതിവനകനികതനാമിതനല്ലകോ ദാസോസ്മി കോസലേ കൃത്യരാമസ്യനാൻ സുമുഖി കവികുല തിലകനായ സൂര്യാത്മജൻ സുഗ്രീവപുത്രൻ ജഗത്രാണനന്ദനൻ കപടം ഒരുവരൊടുമൊരു പൊഴുതു അറിയും നീലകർമ്മണ വാച മനസാഭിമാതാവേ പവനസുത മധുരതര വചനമുതു കേട്ടുടൻ പത്മാലയാ ദേവി ചോദിച്ചിരാൽ ഇതമൊഴി മധുസ്ഫുട വർണ്ണവാക്യം തെളിഞ്ഞിങ്ങനെ ചൊല്ലുന്നവർ കുറയും സുലോം സദയമി കപടമനുജവര വാനരാജാതികൾ തങ്ങളിൽ സംഗതി സംഭവിച്ചിടുവാൻ കലികരുതി ഗഹനപുരി കാരണാമെന്തരോ കാരുണ്യവാരാമിതേ കവികുഞ്ചരാം തിരുമനസി ഭവതി പെരിയ പ്രേമമുണ്ടെന്നതെന്നോട് ചൊന്നതിൻ മൂലവും ചൊല്ലുനീ സുറുസുമകില മകിലേശവൃത്താന്തവും ശ്രീരാമദേവനാണ് സത്യമോമലേ ഭവതി പരിവചനം അവലംബരന്തകമായി ആശ്രയാശങ്കലും ആക്രമത്തിങ്കലും മരുവിനത് പൊഴുതിലൊരു കനകമൃഗമാലോക്യ മാനിനോട്ടുമേ നടന്നു രഘുപതി വിശിതര വിശികഗണ ജാപവുമായി ചെന്നു നീ ജലാമാരുതി ആലികനെ കൊന്നു പോരാക്കവൻ ഉടനുടലും ഒരേയും മുഖുരുടപുടി വന്ന പോലുണ്ടായ വൃത്താന്തമോ പറയാവതോ ഉടനിവിടയവിട അടവിയിൽ അടയ നോക്കിയും ഒട്ടുകരഞ്ഞു തിരഞ്ഞുഴലും വിധവും ഗഹനപൊടി ഗഹന ചരപതികളുടെ ചിഹ്നവൻ ചേർന്നു കിടക്കും ജടായുവിനെ കണ്ടു അവന് മതതവതരിതമകലമറിയിട്ടളവാറ്റു കൊടുത്തിരു മുക്തി പക്ഷീന്ദ്രനും പുനരടവികളിൽ അവരജനസാഗൃതം പൊക്കോ തിരഞ്ഞു കബന്ധാഗതി നൽകി ശബരിമരുവിന മുനിവരാറ്റുമേകനുടൻ ശാന്തആത്മകൻ മുക്തിയും കൊടുത്തിടിനാൻ അത ശബരി വിമല വചനേന പോർണിച്ചു മൂകാഗ്രവരവാച്യേനതും വിടവും
കവനസുതനിരുവരെ വഴകിനോട് കണ്ടതിൽ താല്പര്യം ഉൾക്കൊണ്ട ഏച്ചിരന്നെത്തതാ ബദർവികുലോത്ഭവന്മാരുടെ സന്നിധവും ബ്രഹ്മചാരി വേഷമാലംബിച്ചെന്നു ഞാൻ. നിർഗതി കൊലവരതും അതിലകം മറുങ്കതി നിർമ്മലന്മാരേറ്റുമറുകരുത്തുടൻ കരണിസുതനി കിടതിൽ കൊണ്ടു തന്നീടിനെ സത്യം പരസ്പരം ചെയ്യിച്ചു ഞാൻ. ഘടനയും അഴകിനൊരു സാക്ഷിയാക്കിക്കൊണ്ട് രണ്ടു ആസ്വദിക്കുവാൻ കവനസുത ഗൃഹിണിയെ ബലാറത്തിക്കൊണ്ട് താരാപടിയെ വധിച്ചുവരുവൻ. ദിവസകര കനിയന കൊടുത്തിരു രാജ്യവും ദേവിയെയാരാണ് കാൺമാൻ കവീന്ദ്രനും പ്രവകപുരപരിതരെ നാലതിക്കിങ്കനം പ്രത്യേകമേ കൈകലക്ഷം നിയോഗിച്ചാൻ. അത് കൊണ്ടുപടിയും അനുകൊടൈത് ചങ്കുലെയും മമ കയ്യിൽ നൽകിയിടാൻ. ഇത് ജലജമൃതനി മകൾ കയ്യിൽ കൊടുത്തു നീ എന്നുടേ നാമാക്ഷരാന്വിതം. പിന്നെയും സഭതി കട മനസ്സിൽ സുഗുരു വിശ്വാസ ചിത്തയെ സാദരം ചൊല്ലാൻ അടയാളമാക്കിയതും അത് ഭവതി കര കഴിവിനി വിരൽ നൽകുവൻ നാരായണാനന്ദപൂരിതം. വിധി മധുരകരമാനില കലയമുള്ളവൻ ഇന്ദിരാ ദേവിതൻ കയ്യിൽ നൽകിയിടാൻ. പുനരധികതിനും അത് തൊഴുതാതിരാൽ പിന്നോക്കിൽ വാങ്ങി വണങ്ങി നിന്നേടിനാൻ. വിതില മൃഗസുതയും അത് കണ്ടതിപ്പേകളാൽ മേന്മയൊഴുകും ആനന്ദം രമണനിതനിതസുരത്തി കണിവിനോട് ചേർത്തത് രാമനാമാങ്കിതം അന്തിലീയം കരുതൃത മഹാനബിന്ദറാൻ പ്രാണദാത മമ പീഡികാരീപിടം കടവതി പരാത്മനീ സേവിതരാത്മവേ ഭക്തനദീവ വിശ്വാസം ദയാപരൻ കലകുമകമുടയവരെ മറ്റാരെയും കർത്താവയത്തെയുമില്ല മത്സന്നിധവും മമ സുഗത മലദിനമിരിക്കും പ്രകാരവും മത്സരിതാപവും കണ്ടുവല്ലോ ഭവാൻ. കമലദല നയനകത്തടുവിനി മാം പ്രതി കാരുണ്യമുണ്ടാം പരിചറിയിക്കണി. രചരിച്ചരവരൻ ആസനമാക്കുമെന്നെ കൊണ്ട് 2 മാസം കഴിഞ്ഞാലെന്ന് നിർണയം. അതിനിടയിൽ വരുവതിനോ വേല ചെയ്തത് നീ അത്ര നാളം പ്രാണനെ ധരിച്ചിടുവാൻ. ത്വരിതമിക ദശമുഖനെ നിഗ്രഹിച്ചെന്നത് ദുഃഖം തളഞ്ഞു രക്ഷിക്കെന്ന് ചൊല്ലുന്നേ. വചനങ്ങൾ കേട്ടാകുലം വിശുവാനാചുചൊല്ലിയിടിനാൻ. അവനിപതി സുതനോടടിയൻ വാർത്തകൾ അങ്കുണത്തിച്ചുകൂടുന്നതിൻ മുന്നമേ അവരജനുമതിലക വിപുലഫലവുമായി മുതിർന്നാചൂവരു മറ്റിനില്ലൊരു സംശയം. സുതസജീവ സഹജസജിതഗ്രീവനെ സൂര്യാത്മജാലയത്തിൻ നയച്ചും ക്ഷണാൽ ഭവതിയും അതിതരുണമഴകിനോടു വീട്ടുവിൻ ഭർത്താവയോധ്യഴുന്നള്ളുമാതരാൽ. ഇതിഭവന സുതവചനമുടമയോടു കേട്ടപ്പോൾ ഇന്ദിരാദേവി ചോദിച്ചരുളേടിനാൾ. ഇകവിധ ജലനിധിയതിലഭിസേനയോടേതൊരു ജാതി കടന്നു വരുന്നതും മനുജപരിവിടനിധി വിചാരിച്ച നേരത്തു മാരുതി മൈഥിലിയോട് ചൊല്ലിയിടിനാൻ. മനുജപരിവൃടനെയും അവരജനെയും അൻപോട് മറ്റുള്ള വാനര സൈന്യത്തെയും ക്ഷണായി മമ ചുമലിൽ വിരവിനോടെടുത്തു കടത്തുവൻ മൈഥിലിക്കും വിഷാദം വൃഷാമാനത്തെ. രഘുതരമമിത ജരകുലമശേഷേണ ലങ്കയും ഭസ്മമാക്കിയിടും മനാകുലം. സുതമതിനു സുതമമദേഹ്യമനുഷ്യാമിനി ലോകം വിനാദമെച്ചിടുവനോമലേ. വിരകകലുഷതമനസി രഘുവരനുമാം പ്രതി വിശ്വാസമാസു വന്നിടുവാനായി മുത കരുതരവസമുരടയാളവും വാക്യവും സാവകം ചൊല്ലുവാനായി അരുൾ ചെയ്യണം. ഇതിഭവനതനയ വചനേന വൈദേഹ്യം ഇത്തിരി നേരം വിചാരിച്ചു മാനസേ. ശിഖുര പരമതിൽ മരുമല ചൂടാമണി ചിന്മയി മാരുതി കയ്യിൽ നൽകിയിടിനാൾ.
സുനുതനയ പുനരടയാളമാറ്റമ്പവാൻ ശുദ്ധാധരിച്ചു തന്നെ പറഞ്ഞിടുനി സബരി പുനരത് കൊഴുതു വിശ്വാസം എന്നുടെ ഭർത്താവിനുണ്ടായി വരുമെന്നു നിർണയം സ്ഥിരമമിത സുഖമൊടൊരു തപസി ബഹുനിഷ്ഠയാ ചിത്രാകൂടാജലത്തിൻ്റെ വാഴും വിധോ പലമതു പരിചോടുണക്കുവാൻ ചിറ്റിനാൻ വാർത്തതും കാത്തിരുന്നിടും ദശാന്തരെ ഇതുകൂടിയും അഴകിനോടു മടിയിൽ വച്ചു ഉടൻ പാത്തിറ്റപാദൻ വിരവോടുറങ്ങിയിടിനാൻ ഹര ഹര മഹാദേവ ജാനകീകാന്തസ്മരണം ചെയ്യ രാമ രാമ അതുകൊഴുതിലതിജബലനായ ശക്രാത്മജനാസുഖാകാകൃതിനാൻ പല കൊഴുതു കലലചകലങ്ങൾ കൊത്തിയിടിനാൻ ഭക്ഷിച്ചു കൊള്ളുവാനെന്നോർത്തു ഞാൻ സദാ അരുഷതരമുടനുടനറിഞ്ഞറിഞ്ഞാണജാലങ്ങൾ കൊണ്ടതു കൊണ്ടവൻ കുണ്ടങ്ങളാൽ വായ്പോടു തീരിനാനേറെ കൊടിനായി പരമപുരുഷൻ മുടങ്ങുന്നൊടിക്കുന്നതിനാൽ ഗുണസകലമതികുടിതനായെടുത്ത ശ്രമം ദിവ്യാക്രമന്ത്രം ജപിച്ചയച്ചിടിനാൻ സഭയവനമഖിലരിശിവാനു നടന്നിരു സങ്കടം തീർത്തുരക്ഷിച്ചു കൊണ്ടിരുന്നാൻ അമരപതി കമലജഗദീശ മുഖ്യന്മാർക്കുമാവരെ മലരിലവശമുടു വീണ്ടുകൊള്ളേണമിന്നിക്കുവാനിതേ അവരൊരു ശരണമിനമോ ആനന്ദമൂർത്തേ ശരണം നമസ്തേ ഇന്ദ്രാത്മജനാന്തയന്തനുമന്നേരം കവികുലതിലഘനതസ്ഥിതം ചൊല്ലിനാൻ കായകം നിഷ്ഫലമാകയിൽ നിന്നും അന്തരമില്ല നീ പൊയ്കൊള്ളുകയം ഇതി സദയമനു ദിവസമെന്നേ രക്ഷിച്ചവേ ഒരു പിഴയും ഒരു കൊഴുതിലവനോട് ശരീര ഞാനോ കാലിലെന്നുടെ ആവമേ കാരണം വചനം കേട്ടു വീരന ആരുക പുത്രനും ചൊല്ലിനാൻ അവധി പുനരിവിടെ മരുവീടുന്നതേ കൊണ്ടു വരാഞ്ഞതും കരുതി വരുമിനിചരൗഹവും ഗംഗയും ആകാമുകാവലി അവനസുതവചനമിതി കേട്ടു ആദിത്യമോദേന ജ്യോതിഷരൂഴിനാൽ അധിക കൃഷതമുടി ഭഗവാൻ കവീവീരരും ഈ ഉള്ളവരല്ലയോ ചലരചന നിഭ വിപുലമൂർത്തികൾ നിങ്ങളവരോട് നമസ്തേ ചൊല്ലട്ടെ പവനജനുമണിമതവചനമധുകേതുരൻ പർവത തുല്യനായി അഥമിതിനോട് ചൊല്ലിനാനഞ്ജനാപുത്രൻ പ്രപഞ്ചനാനന്ദൻ ഇതു കരുതുക അകമലവിഞ്ഞവരിൻ ഇരുവക്കും വെള്ളം പരവരും അവനസുത മൃദുവചനമിങ്ങനെ കേട്ടുടൻ പത്മപത്രാസിയും അതിരിമല അമിത ബലനാശരവംശത്തിനന്ദകൻ നീയതിനന്തരമിലോ ജഗനി സ്ഥിരമുതു കടിയും ജലനിധിയുമടി ശബലനിന്നേ കരം നമ്മതെന്നു രഘുവരനെ കാന്തനന്ദന മതിരമതി
ചൂടാരത്നമാറ്റു തൃക്കൈയിൽ കൊടുത്ത വിരയേ വിരവിനൊടുപരിക രവിസുതനുമൊരു സൈന്യവും ധീരവും നാരാധിപരുമായി വന്നു ഒരു വായുസുത പോക നല്ലവണ്ണം വിനയഭയ കുതുക ഭക്തിപ്രമോദാനിതം വീരൻ നമസ്കരിച്ചിടിന അനന്തിരേ പ്രിയവചന സഹിതനത ലോകമാതാവിനെ പിന്നെയും മൂന്ന് വിടകൊൽവാനടിയനുരേന ഭേദം വിനാകാഴ്ക സന്തതം അവതു സുഖമയിതനയ പതിതവ നിരന്തരം അത്താരണാശു പരിസ്ഥീട് പത്രമീ സുഖമുദിരജഗതി സുസ്ഥിരം ജീവജീവനി സസ്തസ്തു പുത്രഃ തേ സുസ്ഥിരശക്തിയും അനിലതനയനുമതിലതനയോടു സാദരം ആശീർവചനമാതായ സർവത്ര രാമനാമ സങ്കീർത്തനം രാമ 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 രാമാഭ്യം സമർപ്പണം. ചെറുകവലയൊരു ഇടവിശിലവുമർന്നവൻ ചിന്തിച്ചു കണ്ടാൻ മനസീചിതശ്രമം പലപുരിയിലൊരു നിർവധികാര്യാർത്ഥമായ നിയോഗിക്കും സ്വയമതിനൊരയിവിനയൊഴിഞ്ഞു സാധിച്ചസ്വാമി കാലത്തിൽ അന്തരമിനി ചതുരതയോടവരമൊരു കാര്യവും നീതിയോഗി സോമവരുഷ്ടനായി അതിനു മുഹുരഹം അതിനു ശീകരന്തോട് കണ്ടു പറഞ്ഞു പോയിടണം അതിനു പെരുവഴിയും തുടങ്ങി ചിന്ത ആരാമമൊക്കെ കുറിച്ചു തുടങ്ങാൻ മതികളും ചിന്തുവാനുള്ള തൊട്ടിത്തകർത്തവൻ പുതുമതലകല കവിത ഉൾമവല്ലീസരു കൂട്ടങ്ങൾ പൊട്ടിയലറിവും ജനനി ബഹഭയ ജനനനാദഭൂതങ്ങളും ജംഗമചാരികളായ പദത്തികൾ അതിഭയമോടവർ അഖില ദിശിദിശികളു പരന്നുടന്നാകാശമൊക്കെ പരന്നൊരു ശബ്ദവും ഹൃദയരപുരി ധരിച്ചു രാമദൂതൻ മഹാവീര പരാക്രമൻ ഭയമോടതു കൊഴുതു നിശികളുണർന്നിതു ആർത്തനേരം കവി വീരനെ കാണാനി ഇവൻ അമിതബല കവിതയിൽ ഇനഹം ഒറ്റയും വെണ്ടൊരു ചന്ദ്രു വന്നതും വിശേഷങ്ങൾ സുന്ദര കാത്തി ചൊല്ലിടും മനസ്സിൽ ഭയമധികം ഇവനെ കണ്ടു ഞങ്ങൾക്കു മക്കളാകാരം ധരിച്ചിരിക്കുന്നതും മുഷിതമത്തി വരുവരും പാരണമെന്തുതോ നീയറിഞ്ഞീതയോ ചൊല്ലിവനാവിടോ രജഞ്ചര തുലരചിതമായകളൊക്കരേരാപിഞ്ചരന്മാർക്കുരീയം രാമതോ ഭയനിരവും കണ്ടുമന്മാനത്തെ പാരം വളരും ഗംഗാവതീശ്വരാം അവനി മകൾ അവരോട് ഒരു വിധിന ചരണ അമിതകളഞ്ഞു അചല സന്നിധാനത്തെ ഒളിച്ചു കളഞ്ഞു ഒരുവതിനു കരിയാകുലം പൊട്ടിച്ചിരുത്തെ പ്രകാശമൊക്കവയും കുശലധരനൈഷമതു പാർക്കുന്നവരെയും മുട്ടിട്ടു തച്ചുകൊണ്ടിരുന്നാണക്രമം യവനവനിലൊരുവരെയും അവൻ ഭയമില്ലവോ പോയില്ലവൻ വീടും രക്ഷവധനമിതിരജന്തരി പരിവചനം ചെയ്തു ചന്ദ്രച്ചു ഗോപാവശനായി ഇവ ഇവിടമിഷി തമസി ഭയമൊഴിയേ വന്നവർ
ശരകുലിക മുതലാക്യങ്ങൾ കൈകൊണ്ട് നിങ്ങൾ പോകാതിരം നിഷിദ്ധരകുലാദിവാജ്ഞാകരന്മാരുടെ നിർഭയം ചെല്ലുന്നത് കണ്ടു മാരുതി ശിഖരികുലങ്ങളും അവനെ മുഴുവനിളകും ദുഃഖനാഥം ചെയ്തതു കേട്ടു രാക്ഷസ് സഭയമതമോഹിച്ചുരിഞ്ഞു സംഭ്രമത്തോടൊരു തേടിനാഥനെയും ചിരവിശികമുഖ നിഖിലശസ്ത്രജാലങ്ങളെ ചിത്രം പ്രയോഗിച്ച നേരം കവീന്ദ്രനും മുഹുരുവരി വിരവിനോടുയർന്നു ചിരക്രമം മുൾക്കരം കൊണ്ടു നാടിച്ചെടു കേടിനാൻ നിയുധനിധിചരനിധനമിശമനദശാന്തരെ നിർഭയം കുത്തിട്ടു നന്ദരേന്ദ്രനും അഖില ബലപതിവരെ യോഗിച്ചനന്തരം പരമരണ നിപുണനോടി രക്തോ പഞ്ചോ പഞ്ചസേനാധിപന്മാർ സംഭവിച്ചിരുന്നു കഥനു ദശവദനുചിത ഭൂതാതല്ലിനാൻ ഫലമത്ഭുതം അല്പയോത്ഭൂതിതം പരിഭവമുടമിതബല സഹിതമപി ചെന്നൊരു പഞ്ചസേനാധിപന്മാർ മരിച്ചേടിനാർ ജീവനോടിന്നു ബന്ധിച്ചു കൊണ്ടെന്നു വേട്ടിയിടുവാൻ മഹിതമതിപരസഹിതമെഴുവയൊരു മേറ്റുടെ മന്ത്രിപുത്രന്മാർ പുറപ്പെടുവിൻവൃഷം അനിശമനവര സമന്യതം ദണ്ഡമുസല്ലകേതു ചാപാദികൾ കഠിനകരമകന് നിജകരമതിലെടുത്തുടൻ കർപ്പുരേന്ദ്രന്മാരെടുത്തീന്ദ്രനും ഭുവനകലമുലയും മുകുരലരിമരുവും വിതൗ ഭൂരിശസ്ത്രം പ്രയോഗിച്ചാരനുക്ഷണം അനിലജയമവര് വിരവോടുകുന്നീരിനാലോകസ്തംഭകാടനത്താലകോ നിജസച്ചിവതനേരെഴുവരും അമിത സൈന്യവും നിർത്തലോകം ഗമിച്ചതു കേൾക്കയാൽ മനസ്സിൽ ദശമുഖനും ഒരു താപവും ഭീതിയും മാനവും ഛേദവും നാണവും തേടിനാൻ ഇനിയൊരുവനിവനോട് ജയിപ്പതിനില്ല മറ്റിങ്ങനെ കണ്ടീല മറ്റു ഞാനാരെയും ഇവരൊരുവരെതിരിടുകിൽ അസുരസുരജാതികൾ എങ്ങുമേ നിൽക്കുമാറില്ല ജഗത്രേ അവർ പലരും ഒരു കവിയോടെ ചൂമടിച്ചിരിൻ അയ്യോ സുഹൃതം നശിച്ചതോ മാമകം ജാനകി ജീവന സ്മരണം ജയ ജയ രാമ ഫലവുമിതി കരുതിയൊരു പരവശത കൈക്കൊണ്ടു പാരം തളർന്നൊരു താതനോടാകരാൽ വിനയമൊരു തൊഴുകിളയ മകനുമുറ ചെയ്തു വീരപുംസാമിതം യോഗ്യമന്നേതുമേ അലമലമിതറി ചില അനുചിതമഖില ഭൂഭൃതാം ആത്മഖേദം ധൈര്യ ശൗര്യതേജോഹരം അരിവരനെ നിമിഷമിത കൊണ്ടുവരൂപനെ നക്ഷകുമാരനും യുദ്ധമിച്ചിരിനാൻ അഭിവരനും അതുകൊഴുതു തോരണമേറിനാൻ കാണാനി ദക്ഷകുമാരനെ സന്നിധവും ശരണികര സകലിത ശരീരനായി വന്നിതു ശാഖാമൃഗാധിപൻ താനു മധുനേരം ഉണിവിനോട് ഗ്രഥനപുരി നിന്നുതാണാശികൻ മൂർധരം കൊണ്ടറിഞ്ഞിടിനാൻ ശമനപുരി വിരവിനോട് ചെന്നുകൂക്കിയിടിനാൻ സകല സപ്തനാമകുമാരൻ മനോഹരൻ വിപുതകുല ഋതുനിശീതരാധിപൻ രാവണം വൃത്താന്തമാഹന്ത കേട്ടു ദുഃഖാർത്തനായി അമരപദീചിതമമിത ഫലസഹിതമാത്മജമാത്മഖേദത്തോടണച്ചുഴലിനാൻ പ്രിയതനയ ശൃണുവചനമിഹ തവ സഹോദരൻ പ്രേതാദിപാലയം പൂർപ്പതു കേട്ടില്ലേ
മമസുതന രണശിരസി കൊന്ന കവീന്ദ്രനെ മാർത്താണ്ഡശാലയിടുവാൻ ദുരിത മഹാമധു ഫലമൊരു പോയിടുവൻ സ്വൽപ്പനിഷ്ഠോദകം പിന്നെ നൽകിയിടുവൻ ജനക വചന മലികോടു കേട്ടാതരാൽ ഇന്ദ്രജിത്തും പറഞ്ഞിടിനാൻ തൽക്ഷണേ യജമനസി ജനക കവശോകം മഹാമതേ തീർത്തുകൊള്ളുവാൻ ഞാൻ പരാഭവമൊക്കവേ മരണവിരഹിതനവനതി മറ്റൊരു വെമ്പലാൽ അത്ര വന്നിടുമോ ഭയമവനു മരണകൃതമില്ലെന്നു കാണിൽ ഞാൻ ബ്രഹ്മാസ്ത്രമെയ്തു ബന്ധിച്ചു കൊണ്ടിടുവൻ ഭുവനതലമഖിലമരവിന്ദോദ്ഭവാദിയാം പൂർവദേവാദികൾ തന്നവരത്തിനാൽ ഫലമഥനമഭി ജയിച്ച നമ്മോടൊരു വാനരൻ വന്നതിട്ടതും അത്ഭുതം അതു കരുതും അളവിലിഹ നാണമാമെത്രയും ഹന്തുമശക്യോ വിജ്ഞാന വിളംബിതം കൃതിരവി നികൃതിരവി സത്മനാഭിവ കൃത്രേണ ഞാൻ തൊൽസമീപേ വരുത്തുവൻ സംസാരിച്ചോ വളരെ മനോഹരമായിരുന്നല്ലേ. ഞാൻ ഇത്രയും ഭംഗിയായിട്ടൊക്കെ നമ്മളാണ്ട് വായിക്കുന്നത് കാര്യം അറിയില്ല. അപ്പൊ എല്ലാവരും സാഷ്ടാംഗം നമസ്കരിക്കുന്നു. അത്ര മനോഹരമായിട്ട് ഒരു സെക്കൻഡ് പോലും വഴിയില് വേസ്റ്റ് പോലും ചെയ്തിട്ടില്ല. കാരണം അപ്പൊ നമ്മുടെ ദേശത്തെ പ്രകാശകൻ വളരെ ഒരു വ്യക്തിയാണ് ഡോക്ടർ എം പി നടേശൻ. അദ്ദേഹം ഇപ്പോ നമ്മളോട് കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഒരു മിനിറ്റ് നമസ്തേ. അദ്ദേഹത്തിന്റെ
അദ്ദേഹത്തെ പരിചയപ്പെടുത്തുക എന്നുള്ളത് അറിയണമല്ലോ. പക്ഷെ അദ്ദേഹത്തിനെ പരിചയപ്പെടുത്തുന്ന വളരെ ദുർഘടമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഒരുപാടുണ്ട് അദ്ദേഹത്തിന്റെ പ്രൊഫൈല്. നമുക്ക് വളരെ ചുരുക്കി പറയാം. അദ്ദേഹം ഇപ്പൊ തൃശ്ശൂരാണ് താമസിക്കുന്നത്. ഇപ്പോ അദ്ദേഹം ബാലകൃഷ്ണൻ അച്ചു കുറച്ചൊന്ന് മ്യൂട്ട് ചെയ്യൂ പ്ലീസ്. ബാലകൃഷ്ണൻ ആൻഡ് അച്ചു. ഭാരതി ശങ്കരാചാര്യ സംസ്കൃത ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയില് ഇപ്പോ പ്രൊഫസറാണ്. ഡിപ്പാർട്ട്മെന്റിന് വ്യാകരണത്തിന്റെ ഒരു ഡിപ്പാർട്ട്മെന്റ് ഹെഡായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. എഡ്യൂക്കേഷൻ ശ്രീ ശങ്കര യൂണിവേഴ്സിറ്റിയിൽ തന്നെ എഡ്യൂക്കേഷന്റെ HOD ആയിരുന്നു. പിന്നെ അഡ്ജന്റ് പ്രൊഫസറായിരുന്നു അമൃത സ്കൂൾ ഓഫ് ആർട്സ് ആൻഡ് സയൻസില്. ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ ആയിരുന്നു സ്ട്രെങ്തനിങ് ഓഫ് സാൻസ്ക്രിറ്റ് സ്റ്റഡീസ് കാലടി. ഓൾസോ ഹെൽഡ് ദി ഫോളോയിങ്. ഈ കീഴിൽ പറയുന്ന അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്നു ഇന്റർനാഷണൽ സ്കൂൾ ഓഫ് ശങ്കര സ്റ്റഡീസ്. സീനിയർ പബ്ലിക്കേഷൻ ഓഫീസറാണ്. ഒരുപാട് പുസ്തകങ്ങൾ, ഒരുപാട് പേപ്പറുകളൊക്കെ അദ്ദേഹം പല ജേണലുകളിലായിട്ട് എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ ഈ സോഷ്യൽ സർവീസ് അക്കാഡമിക് ആയിട്ടും നോൺ അക്കാഡമിക് ആയിട്ടും സോഷ്യൽ സർവീസിനുണ്ട്. വളരെ ചുരുക്കി പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ തമിഴ്നാട്ടിൽ ഇപ്പൊ ചെന്നൈയിൽ നിന്ന് തുടങ്ങി വളരെ ശക്തി ആർജിക്കുന്ന പാണ്ഡിത്യം എന്നൊരു ഗ്രൂപ്പ് ഉണ്ട്. ഹൈന്ദവതയുടെ ഉന്നമനത്തിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട്. അതിന്റെ ഓൾ ഇന്ത്യ പ്രസിഡന്റ് ആണ് അദ്ദേഹം. പിന്നെ സ്റ്റേറ്റ് ഗവൺമെന്റ് നോമിനി ആയിരുന്നു. ആദർശ സാൻസ്ക്രിറ്റ് കോളേജ് ന്യൂഡൽഹിയില് സ്റ്റേറ്റ് ഗവൺമെന്റ് നോമിനി ആയിരുന്നു. ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് പ്രസിദ്ധീകരണങ്ങളുണ്ട്. അങ്ങനെ അദ്ദേഹത്തിനെ പരിചയപ്പെടുത്തുന്നത് വളരെ ഒരു ദുഷ്കരമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അദ്ദേഹത്തിനെ പരിചയപ്പെടുത്തി ഞാൻ സമയം കളയുന്നില്ല. കാരണം അദ്ദേഹം നമ്മളോട് പറയാനുള്ളതാണ് നമുക്ക് കേൾക്കാൻ നമ്മൾ ആകുലരായിരിക്കുന്നത്. അദ്ദേഹം ഇന്ന് രാവണനിൽ നിന്നും രാമനിലേക്കുള്ള യാത്ര എന്ന ഒരു വിഷയത്തിനെ പുരസ്കരിച്ചായിരിക്കും നമ്മളോട് സംസാരിക്കുക. പ്രത്യേകിച്ചും എന്റെ വളരെ ഒരു സുഹൃത്താണ്. അദ്ദേഹത്തിന്റെ ഒരു മകൾ ഇപ്പോ ഇവിടെ ചെന്നൈയിലുണ്ട്. നമ്മളൊരു ബാങ്കിലൊക്കെ പുതിയതായി ജോലി വെച്ച് ഇവിടെ വന്ന് ചേർന്നിട്ടുണ്ട്. അപ്പോ ഞാൻ വളരെ സ്നേഹപൂർവ്വം, വിനയപൂർവ്വം, സന്തോഷപൂർവ്വം, ഭക്തിപൂർവ്വം സ്വാഗതം ചെയ്യുന്നു എന്റെ പ്രിയ സുഹൃത്ത് ശ്രീ പ്രൊഫസർ നടേശൻ, ഡോക്ടർ നടേശൻ. നമസ്തേ. നമസ്തേ ഡോക്ടർ. നമസ്തേ. നമസ്തേ. ശ്രീരാമ രാമ രാമേതി രമേ രാമേ മനോരമേ സഹസ്രനാമ തത്തുല്യം രാമനാമവരാന. കർക്കിടകം 1 മുതൽ എല്ലാ ദിവസവും രാമായണത്തെ അധികരിച്ചിട്ടുള്ള പ്രഭാഷണവും പാരായണവും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന എന്നെ ക്ഷണിച്ച ഏറെ ബഹുമാനപ്പെട്ട സ്നേഹമുള്ള ശ്രീനിവാസൻ, അതോടൊപ്പം നേരിൽ കാണാൻ പറ്റിയിട്ടില്ല എങ്കിൽ പോലും നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ഒരേ വികാരവും ഒരേ വിചാരവും ഒക്കെ ആണെന്നുള്ളതാണ് നമുക്ക് ഈ പരിപാടിയിൽ സംബന്ധിക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോ എന്നെ കഴിഞ്ഞ 2 മാസം മുമ്പ് വരെ എനിക്ക് അത്ര ഹൃദയബന്ധമില്ലേ. ഇപ്പോ ചെന്നൈയിൽ മഴ പെയ്യുന്നുണ്ടോ, ചെന്നൈയിൽ ചൂട് കൂടുന്നുണ്ടോ എന്നത് എന്റെ കൂടി ഒരു സ്പന്ദനത്തിന്റെ ഭാഗമാണ്. അതിന്റെ കാര്യം എന്താണെന്ന് ശ്രീനിവാസനും പറഞ്ഞു. അതുകൊണ്ട് തന്നെ അവിടെയുള്ള ആളുകളിൽ പ്രത്യേകിച്ച് മലയാളികളായിട്ടുള്ള ആളുകളോട് സ്വാഭാവികമായിട്ടൊരു അടുപ്പം, ഒരു ഇടയ അടുപ്പം നമുക്ക് ഉണ്ടാകുന്നത് തർക്കം ഇല്ലാത്ത കാര്യം. നമ്മുടെ ഇന്നത്തെ വിഷയം നേരത്തെ സൂചിപ്പിച്ചു. രാവണനിൽ നിന്നും രാമനിലേക്കുള്ള യാത്ര. രാമായണം എന്ന ആ വാക്കിനെ പലരും പറഞ്ഞിട്ടുണ്ട്. അയനം എന്നാൽ യാത്ര എന്നാണ് പറഞ്ഞത്. സൂര്യന്റെ അയനത്തെയാണ് സാധാരണ നമ്മൾ ദക്ഷിണായനം, ഉത്തരായണം. സൂര്യന്റെ ആ ഒരു ചലനത്തെ ആശ്രയിച്ചിട്ടാണ്. അതിൽ ഇപ്പോ ദക്ഷിണായനമാണ് നടക്കുന്നത്. കർക്കിടകം മുതൽ 6 മാസം, മകരസംക്രമം മുതൽ 6 മാസം ഉത്തരായനം. 2 അയനങ്ങൾ വളർത്തുന്നു. സഞ്ചരിക്കാൻ കഴിയുന്നത് ഒന്ന് സൂര്യനാണ്, പിന്നെ അഗ്നിക്കാണ്. സൂര്യ വംശത്തിലാണ്
ശ്രീരാമന്റെ ജന്മം എഴുതുന്നു. അപ്പൊ ഈ ലോകം നിലനിൽക്കുന്ന ശക്തി സ്രോതസ് സൂര്യന്റേതാണ്, അഗ്നിയുടേതാണ്. ഈ അഗ്നിക്ക് അല്ലെങ്കിൽ ഈ ഊർജത്തിന് രണ്ട് തരത്തിൽ സഞ്ചരിക്കാൻ സാധിക്കും. ഒന്ന് രാമന്റെ രൂപത്തിൽ, മറ്റൊന്ന് രാവണന്റെ രൂപത്തിൽ. നമ്മൾ ഒരാളെ സ്നേഹിക്കുന്നു, നമ്മൾ ഒരാളെ വെറുക്കുന്നു, രണ്ടും ഒരേ ഊർജമാണ്. ഇതുപോലെ രാമനും രാവണനും ഒരേ ശക്തി സ്വരൂപിണിയുടെ തന്നെ ഭാഗമാണ്. ആരാണ് ശക്തി സ്വരൂപിണി? മാ ലക്ഷ്മി ദേവിയാണ്, ഭഗവതിയാണ്. അപ്പൊ എന്നാൽ രാമനുമുണ്ട് രാവണനുമുണ്ട്. മാ എന്നാൽ ദേവിയാണ്. ദേവി മഹാത്മ്യത്തിലെ വിദ്യാ സമസ്ത പ്രിയ സമസ്ത സകല 18 വിദ്യകളും 64 കലകളും പിന്നെ സ്ത്രീരൂപമായിട്ടുള്ള മനുഷ്യരൂപമായിട്ടുള്ള എല്ലാം ദേവിയാണ് എന്നതിൽ പറയുന്നു. ആ ദേവി തന്നെയാണ് ഇവിടെ രാമരൂപത്തിലും രാവണ രൂപത്തിലും അവതരിച്ചിട്ടുള്ളത്. യഥാർത്ഥം എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് ചോദിക്കുമ്പോൾ സാധാരണ നമ്മൾ പറയാറുണ്ട്, മലവേടനിൽ നിന്നും മഹർഷിയിലേക്കുള്ള യാത്രയാണ് രാമായണം എന്ന് കാണിച്ചുകൊണ്ടാണ് രാമകഥ എഴുതിയ വാൽമീകിയുടെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നത്. കഥ അറിയാവുന്നവരാണ് എന്റെ മുന്നിലിരിക്കുന്നത്, അതുകൊണ്ട് കഥ പറയുന്നില്ല. മലവേടന് വലിയ വിവരമൊന്നുമില്ല. കണ്ണിൽ കാണുന്നവനെയെല്ലാം പിടിച്ചു നിർത്തി തട്ടിപ്പറിച്ച് ജീവിക്കുക, ഇതായിരിക്കുമല്ലോ. പക്ഷെ പറഞ്ഞാൽ അനുസരിക്കുന്നൊരു പ്രകൃതമായി. അതുകൊണ്ടാണല്ലോ സപ്തർഷികൾ പറഞ്ഞു ചോദിച്ചു, നീ ചെയ്യുന്ന തെറ്റിന്റെ ഫലം നീ തന്നെ അനുഭവിക്കേണ്ടി വരും. അതല്ല, ഞാൻ എന്റെ ഭാര്യയും മക്കളൊക്കെ ഉണ്ട്. അങ്ങനെയല്ല, ലോകത്തിനൊരു നിയമമുണ്ട്. നീ അത് വേണമെങ്കിൽ നിന്റെ ഭാര്യയോട് ചെന്ന് ചോദിക്കൂ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഇന്നത്തെ ഭാഷ പറഞ്ഞാൽ സ്കൂളിൽ കോളേജിൽ ഒന്നും പോകാത്ത ഒരു ഗിരിവർഗ സ്ത്രീ അവളോട് കാര്യങ്ങളൊക്കെ ചെന്ന് കൊടുക്കുക, അതെ ഞാൻ ഈ മറ്റുള്ളവരൊക്കെ കട്ട് പിടിച്ചു പറിച്ചുകൊണ്ട് കൊണ്ടുവരുന്നതിന്റെ ഇതൊക്കെ നിങ്ങൾക്ക് വേണ്ടിയില്ല. അതുകൊണ്ട് ഇതിന്റെ ശരിയും തെറ്റും നിങ്ങളും അനുഭവിക്കേണ്ടി വരും. അപ്പൊ ആ സ്ത്രീ പറഞ്ഞ മറുപടി ലോക സാഹിത്യത്തിൽ ഇന്നോളം ഒരു കവിയും രേഖപ്പെടുത്താത്ത ഒരു പരമമായ സത്യം നമുക്കറിയാം. താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ തന്നെ അനുഭവിക്കും. Every action has equal and opposite reaction എന്നത് ശാസ്ത്രത്തിലെ ഏറ്റവും വലിയൊരു തത്വമാണ്. ഈ തത്വം മനസ്സിലാക്കിയിട്ടല്ല ആ സ്ത്രീ പ്രതിഫലിപ്പിച്ചത്, മറിച്ച് ഇത് അവർക്ക് അറിയാവുന്ന ഒരു സത്യം പറഞ്ഞു കൊടുത്തത്. അങ്ങനെയാണല്ലോ നമ്മുടെ ഈ രത്നാകരൻ പിന്നീട് മഹർഷിമാരുടെ അടുത്തേക്ക് പോവുകയും അവർ പറഞ്ഞ മാർഗമനുസരിച്ച് ജീവിക്കുകയും ഒടുവിൽ മഹർഷിയായി മാറിയതും നമുക്കറിയാം. അപ്പോൾ മലവേദനായിരുന്ന ഒരാള് മഹർഷിയുടെ തലങ്ങളിലേക്ക് ഉയർന്ന ഒരു കഥ പറഞ്ഞുകൊണ്ട്, ജീവിത കഥ പറഞ്ഞുകൊണ്ടാണ് രാമായണം തുടങ്ങുന്നത്. ഈ രാമായണത്തിലെ മലയാളത്തിലും തമിഴിലും ഹിന്ദിയിലും ബംഗാളി ഭാഷയിലും ഒക്കെ പകർന്നു തന്ന ആചാര്യന്മാരും ഇതുപോലെ തന്നെയാണ്. എഴുത്തച്ഛൻ നമുക്കറിയാം, തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ പിറന്ന നാട്ടിൽ ഒരു 10 വയസ്സ് വരെ പോലും ജീവിക്കാനുള്ള ഭാഗ്യം ഉണ്ടായില്ല. അതിനു മുമ്പ് തന്നെ ഓടിപ്പോകേണ്ടി വന്നു. ആക്രമണം ഭയം. ഒടുവിൽ
ആന്ധ്രാപ്രദേശിലെ രാമാനുജന്മാരെന്ന് പറയുന്നതായ ഒരു കൂട്ടരുടെ കൂട്ടത്തിൽ കൂടി അവിടെ നിന്നാണ് അദ്ദേഹം വേദങ്ങളും വേദാന്തങ്ങളും ഒക്കെ പഠിക്കുന്നത്. പക്ഷേ ഒരുവിധം തിരിച്ചറിവായപ്പോഴേക്കും അവിടെയും വലിയ കലാപം പൊട്ടിപ്പറഞ്ഞു. അതുകൊണ്ട് അദ്ദേഹത്തിന് തിരിച്ചു വരികയും തിരിച്ച് പാലക്കാട് ശോകനാശിനി പുഴയുടെ തീരത്ത്, ഇന്നതിന് കുഞ്ചമഠം എന്ന് പറയും, അവിടെ വന്നു അദ്ദേഹം ആലോചിക്കുകയാണ്. ജനിച്ച നാട്ടിൽ ജീവിക്കാൻ പറ്റി, പോയ നാട്ടിൽ അവിടെ നിന്ന് കുറ്റിയും പറിച്ച് ഇങ്ങോട്ട് പോയത് ഈ നാടിന്റെ പോക്കലാണ്. ഇതിനെന്താണ് ഒരു പരിഹാരം? ഈ പരിഹാര ചിന്തനത്തിൽ നിന്നാണ് അദ്ദേഹം ഒരു കിളിയെ കൊണ്ട് രാമകഥ പാടിപ്പിച്ചു രാമായണം മലയാളിക്ക് നൽകിയത്. യഥാർത്ഥത്തിൽ ഈ രാമായണം പാടിക്കൊണ്ടാണ് മലയാളി കുറച്ചെങ്കിലും ഒന്നാവാൻ ശ്രമിച്ചത്. ജാതീയമായി ഭിന്നിച്ചു നിന്ന സമുദായം, മലബാർ, കൊച്ചി, തിരുവിതാംകൂർ ഈ രീതിയിൽ വിഭജിച്ചിരുന്ന കാലം നമ്മളെല്ലാവരെയും മലയാളി എന്ന ഒരു ബോധത്തിലേക്ക് ഉയർത്തിയത് ആചാര്യരാണ്. അപ്പോൾ ആ ആചാര്യർക്ക് സംഭവിച്ചത് നമുക്കറിയാം. പക്ഷെ എങ്കിലും നാട് വിട്ടു പോകേണ്ടി വന്നെങ്കിലും രാമായണത്തെ സ്പർശിച്ചപ്പോൾ വലിയ ഉയർന്ന തലത്തിലേക്ക് അദ്ദേഹം, കമ്പരുടെ ജീവിതവും ഇങ്ങനെ തന്നെയാണ്, കൃത്യവാസന്റെ ജീവിതവും ഇങ്ങനെ തന്നെയാണ്. പറഞ്ഞു വരുന്നത് ഏറ്റവും ദുർഘടം പിടിച്ച, ഏറ്റവും വേദന നിറഞ്ഞ ജീവിതത്തിൽ നിന്നുമാണ് ഇവരെല്ലാം ഈ നിലയിലേക്ക് മാറിയത്. ഇത് കാണിക്കുന്നത് ഇന്ന് നമ്മളെല്ലാ ദിവസവും പത്രം എടുത്തു കഴിഞ്ഞു ഓരോ ദിവസവും കൊണ്ട് ആത്മഹത്യയും അങ്ങനെ പലതരത്തിലുള്ള സംഭവങ്ങൾ, രോഗം, പല പ്രശ്നങ്ങളുണ്ട്, ഇല്ലെന്ന് പറയുന്നു. പക്ഷേ ശ്രീരാമചന്ദ്രൻ സാക്ഷാൽ മഹാവിഷ്ണുവിന്റെ അവതാരം കൈക്കൊണ്ട കാരുണ്യത്തിൽ എന്തെല്ലാം പ്രതിസന്ധികളായിരുന്നു ജീവിതത്തിൽ നേരിടേണ്ടി വന്നത്. നന്നേ ചെറുപ്പത്തിൽ തന്നെ മഹർഷിമാരുടെ യാഗം രക്ഷിക്കുന്നതിന് വേണ്ടി ഉണ്ണിക്കുട്ടന്മാരെ പോലെ ഇരുന്ന കുട്ടികളാണ്. വിശ്വാമിത്രന്റെ കൂടെ ഇറങ്ങിത്തിരിച്ചു താടകയുടെ വനത്തിൽ പോകുന്നതും അവിടെ താടകയെ വധിക്കേണ്ടി വരുന്നതും പിന്നീട് സരയൂ നദിയിലൂടെ കടന്നു പോവുകയും ഇങ്ങനെ സംഭവ ബഹുലമായ ഒട്ടനവധി ജീവിതത്തിലൂടെ അവിടെ എന്നും സുഖകരമായ ഒരു കാലാവസ്ഥയായിരുന്നു. കല്ലും മുള്ളും നിറഞ്ഞ കൊടുങ്കാട്ടിലായിരുന്നു, ക്രൂര മൃഗങ്ങൾ തിങ്ങി നിറഞ്ഞ കാട്ടിലായിരുന്നു, കിടപ്പും ഇരിപ്പും എല്ലാം. ഒടുവിൽ ഋഷിയുടെ നിർദ്ദേശമനുസരിച്ച് വിവാഹം കഴിച്ച് തീരുന്നതിന് കഴിച്ചപ്പോൾ തന്നെ തുടങ്ങിയതാണ് ഭാർഗവരാമന്റെ ഭാഗത്തു നിന്നുള്ള അതിഭീകരമായ ഭീഷണി. പിന്നീട് സ്വന്തം പത്നിയെ മോഷ്ടിച്ചുകൊണ്ടുപോകുന്നതും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം സംഭവിച്ചപ്പോൾ ശ്രീരാമചന്ദ്രൻ ഒരിക്കലും ഒരു കയറെടുത്ത് തൂക്കിച്ചാവാൻ പോയില്ല, ആത്മഹത്യ ചെയ്യാൻ പോയില്ല. ജീവിതം എന്നാൽ ഒട്ടേറെ വേദനകൾ നിറഞ്ഞതാണ്, അത് ജീവിച്ചു തീർക്കേണ്ടതാണെന്ന വലിയ സന്ദേശമാണ് കാണിച്ചത്. സീതാദേവി തന്നെയാണ്. അപ്പോ രാവണൻ അങ്ങനെയല്ല. എന്ത് പ്രശ്നമുണ്ടെങ്കിലും പെട്ടെന്ന് ചാടി മറിഞ്ഞ് എല്ലാവരെയും ഇല്ലാതാക്കുന്ന ഒരു പ്രകൃതം. അതിൽ നിന്നും നമ്മൾ മാറണം. പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിനെ പക്വതയോടുകൂടി നേരിടണം. ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ട്, ആ പ്രശ്നങ്ങള് എങ്ങനെയാണ് പരിഹരിക്കേണ്ടത് എന്ന് ആരെങ്കിലും പറയാൻ തയ്യാറായാൽ അത് ശ്രദ്ധിക്കണം. രാവണനത് കേട്ടിട്ടില്ല. നമുക്കറിയാം, അദ്ദേഹത്തിനെ ഉപദേശിക്കുന്ന സഹോദരന്മാരെ ഉപദേശിക്കുന്ന വിഭീഷണനും കുംഭകർണനും ഭാര്യയായിട്ടുള്ള മണ്ഡോദരിയും
മാന്യന്മാരും എല്ലാവരും ഉപദേശിക്കുന്നുണ്ട്. എന്താണ്? അന്യന്റെ ഭാര്യയെ പിടിച്ചുകൊണ്ടുവന്ന് ഇവിടെ പാർപ്പിക്കുന്നത് ധർമ്മത്തിന് നിരക്കാത്തതാണ്. ഈ നാട്ടിൽ സീതാദേവിയെ പിടിച്ചുകൊണ്ടുവന്ന നിമിഷം തുടങ്ങിയതാണ് ദുർനിമിത്തം. നായകൾ ഓരിയിടുന്നു ഒരു പ്രത്യേക ശബ്ദത്തിൽ. അസാധാരണമായ രീതിയിൽ കാറ്റും കോളും അടിക്കുന്നു. പൂച്ചയെ പേടിച്ചായിരുന്നു എലികൾ ഓടി നടന്നിരുന്നെങ്കിൽ ഇപ്പോൾ എലി പൂച്ചയെ പേടിപ്പിക്കും. ഇങ്ങനെ മൊത്തം പ്രകൃതിയിൽ തന്നെ വരെ മാറ്റങ്ങളുണ്ട്. ഹേ രാവണ രാജാവ്, അങ്ങ് ശ്രദ്ധിക്കേണ്ടത് ഈ ദുർനിമിത്തങ്ങളെല്ലാം എന്തോ വലിയ ആപത്ത് വരാൻ പോകുന്നു. അതുകൊണ്ട് അങ്ങ് ചെയ്യേണ്ടത് സീതാദേവിയെ ശ്രീരാമചന്ദ്രന് കൊടുക്കണം. കാരണം ശ്രീരാമചന്ദ്രൻ എന്നത് സാക്ഷാൽ മഹാവിഷ്ണുവിന്റെ അവതാരം, ഇത് ലക്ഷ്മി ദേവിയാണ് എന്നെല്ലാവരും പറഞ്ഞിരുന്നു. പക്ഷെ കേട്ടോ? കേട്ടില്ല. ഇങ്ങനെ കേൾക്കാത്തൊരു ജന്മമാണ് രാവണൻ. കേൾക്കുന്ന ജന്മമാണ് രാമന്റെ. ഈ രാവണനിൽ നിന്നും രാമനിലേക്ക് ഒരു യാത്ര ചെയ്യുമ്പോൾ നമ്മൾ പറയാറുണ്ട്, കാര്യം പറയുന്നത് കൊച്ചുകുട്ടികളാണെങ്കിലും നാം അംഗീകരിക്കും. ശ്രീരാമചന്ദ്രൻ ഓരോരുത്തരുടെയും അഭിപ്രായങ്ങൾ മാനിക്കുകയായി. പറഞ്ഞ വാക്കിനെ വില കൽപ്പിക്കുന്നതിന് വേണ്ടി തന്നെ ആയിരുന്നല്ലോ ഒരു പുരുഷായുസ് മുഴുവനും കൊടുങ്കാട്ടിൽ അദ്ദേഹം സമർപ്പിച്ചത്. അപ്പോൾ ഈ ഒരു യാത്ര, ഈ ഒരു മാറ്റമാണ് രാമായണത്തിൽ നിന്ന് നാം ഉൾക്കൊള്ളേണ്ടത്. വാൽമീകിയുടെ കയ്യിൽ അമ്പുണ്ടായിരുന്നു വാൽമീകി ആകുന്നതിന് മുമ്പ്. ആ അമ്പിന്റെ ഏറ്റവും പുറകിൽ തൂവലുണ്ടായിരുന്നു. ആ തൂവൽ എയ്യാൻ വേണ്ടിയിട്ട്, മൃഗങ്ങളെയും പക്ഷികളെയും എയ്യാൻ വേണ്ടിയിട്ടാണ് ആദ്യം ഉപയോഗിക്കുന്നതെങ്കിൽ പിന്നീട് എഴുതാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നശിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചതിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള യാത്ര ആകുമ്പോഴാണ് അത് രാമന്റെ ജീവിതമായി മാറുന്നത്. സ്ത്രീ പീഡനം എന്നതായിരുന്നു രാവണന്റെ മേലിൽ ചാർത്തപ്പെട്ട ഏറ്റവും വലിയ കുറ്റം. രാമനെയും രാവണനെയും ഒന്നിച്ചു നിർത്തി പരിശോധിച്ചാൽ യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ ബലവാൻ ആരാണെന്ന് ചോദിച്ചാൽ ഒരു സംശയമില്ലത് രാവണനായിരുന്നു. ഏറ്റവും സമ്പത്താർക്കായിരുന്നു രാവണൻ, അധികാരമാർക്കായിരുന്നു രാവണൻ, ഏറ്റവും അറിവുകാർക്കായിരുന്നു രാവണൻ, സംഗീതത്തിന്റെ മറുകര കണ്ട ആളാരായിരുന്നു രാവണൻ, സാമവേദത്തില് വലിയ ജ്ഞാനിയായിരുന്നു, ഏറ്റവും വലിയ ഭക്തനായിരുന്നു രാവണൻ. ശ്രീലങ്കയിലെ നിരവധിയായ ശിവലിംഗങ്ങളെല്ലാം സ്ഥാപിച്ചത്. ഇനി സാക്ഷാൽ ബ്രഹ്മദേവന്റെ പുത്രനായ ആ പരമ്പരയിൽ വന്നത് വിശ്രവസിന്റെ പുത്രൻ രാവണനായിരുന്നു. ഇങ്ങനെ എണ്ണിപ്പെറുക്കി നാം നോക്കുകയാണെങ്കിൽ 98 ഗുണങ്ങൾ ആർക്കുണ്ട്? രാവണനുണ്ട്. പക്ഷെ രണ്ട് കുഴപ്പമുണ്ടായിരുന്നു. ഒന്ന്, ആര് പറഞ്ഞാലും അംഗീകരിക്കും, അഹങ്കാരം. രണ്ട്, സ്ത്രീകളോട് അദ്ദേഹം നടത്തിയിട്ടുള്ളതായ ഉപദ്രവം. കമ്പനി പറയുന്നുണ്ട്, ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ 9 സ്ത്രീ പീഡനവും 7 മനുഷ്യാവകാശ ലംഘനവും നടത്തിയ രാവണനെ കുറിച്ച് പറയുന്നു. ആ രാവണനിൽ നിന്നും രാമനിലേക്ക് പോകാൻ 2 പ്ലസ് പോയിന്റ് മാത്രമാണ് രാമനുണ്ടായത്. നേരത്തെ പറഞ്ഞല്ലോ, വിനയം. 2, സ്ത്രീകളെ അങ്ങേയറ്റം ബഹുമാനിച്ചു. എത്ര നാര്യത്വ പൂജ്യത്തെ രമത്തെ തത്ര ദേവത. സ്ത്രീകൾ എവിടെയാണോ ആദരിക്കപ്പെടുന്നത്,
ആ കുടുംബത്തിൽ മാത്രമേ, ആ നാട്ടിൽ മാത്രമേ, ആ രാജ്യത്ത് മാത്രമേ ശാന്തിയും സമാധാനവും. എവിടെയാണോ സ്ത്രീകൾ അസ്വസ്ഥതകളാവുന്നത് അവിടെ എന്താ പറയുക, നാശമാണ്. ഇത് രാമന്റെ ജീവിതത്തിൽ കാണിച്ചു തരും. രാവണൻ നിരവധി പത്നിമാരുള്ള ആളായി. എന്നിട്ടും അദ്ദേഹത്തിന് സ്ത്രീകളോടുള്ള ആസക്തി കുറഞ്ഞിരുന്നു. രാമനോ ഏകപത്നി വ്രതമായിരുന്നു. ഏകപത്നി വ്രതം മാത്രമായിരുന്നു സ്ത്രീയുടെ നിഴലിനെ പോലും ബഹുമാനിച്ചിരുന്ന ഒരു കഥാപാത്രം. രാമരാവണ യുദ്ധം കഴിഞ്ഞൊരു സന്ദർഭം. അങ്ങനെ യുദ്ധം കഴിഞ്ഞ് ഒരു ദിവസം പ്രഭാതത്തിൽ കാട്ടിൽ വിശ്രമിക്കുന്ന സമയത്ത് ദൂരെ നിന്നൊരു രൂപം അടുത്തു വന്നതായി രാമൻ അനുഭവപ്പെട്ടു. ഒരു നിഴലിൽ. ആ നിഴലിൽ സൂക്ഷിച്ചു നോക്കിയപ്പോഴാണ് മനസ്സിലായത് അതൊരു സ്ത്രീരൂപമാണ്. ആ നിഴലിന്മേൽ രാമന്റെ കാല് സ്പർശിക്കാൻ പോയപ്പോൾ കാല് തീയിൽ തൊട്ടകന്ന് തിരിഞ്ഞു നോക്കി. കണ്ണുയർത്തി നോക്കിയപ്പോൾ സുന്ദരിയായ ഒരു രൂപം. ചോദിച്ചു, ആരാണ് അവിടെ? അപ്പോൾ പറയുകയാണ്, അന്ന് കേട്ടിട്ടുണ്ട്, 3 ലോകങ്ങളിലെയും അന്മാനമാടിയ സാക്ഷാൽ രാവണനെ കുറിച്ചൊന്നും കേട്ടിട്ടുണ്ട്. അങ്ങയുടെ കൈകൊണ്ട് മരിച്ച ആ രാവണന്റെ പത്നി ഹതഭാഗ്യയായ മണ്ഡോദരിയാണ്. എല്ലാം ഉണ്ടായിട്ടും ദാസിയെ പോലെ ജീവിക്കേണ്ടി വന്ന ഒരു ഹതഭാഗ്യമാണ്. വിഭുവനങ്ങളെ അമ്മാനമാടാൻ കഴിവുണ്ടായിരുന്ന രാവണന്റെ പത്നിയായിട്ട് പോലും എനിക്ക് കണ്ണുനീരിന് യാതൊരു കുറവുണ്ടായിരുന്നു. സമ്പത്തുണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിട്ടും ദാസിയെ പോലെയായിരുന്നു ഞാൻ ജീവിച്ചത്. ഞാൻ എന്റെ ഭർത്താവിനോട് പറയുമായിരുന്നു, നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ്. ആ തെറ്റുകൾ ഓരോന്നും ചെയ്തു കൂട്ടുമ്പോൾ എന്റെ മാതൃഹൃദയം തേങ്ങുകയായി. സീതാദേവിയെ കൊണ്ടുവന്നപ്പോഴും ഞാൻ നൊമ്പരപ്പെട്ടു. പക്ഷെ എന്ത് ചെയ്യാനാവും, ഭർത്താവായി പോയില്ലേ. അതുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്ന നന്മകൾ ചെയ്തുകൊണ്ട് ഞാൻ ലങ്കയിൽ കഴിഞ്ഞുകൂടുകയാണ്. പക്ഷെ എനിക്കിനി ഒരു മോഹവുമില്ല, ഒറ്റ മോഹം മാത്രമാണ്. ഞാൻ കേട്ടിരിക്കുന്നു, സാക്ഷാൽ മഹാവിഷ്ണുവിന്റെ അവതാരം കൈക്കൊണ്ട കാരുണ്യം സ്ത്രീകളോട് അങ്ങേയറ്റത്തെ ബഹുമാനം കാണിക്കുന്ന ആളാണെന്ന് ഞാൻ കേട്ടിരിക്കുന്നു. ഇന്നിതാ ഞാൻ അനുഭവിക്കുകയാണ്. എന്റെ നിഴലിനെ പോലും ബഹുമാനിക്കുന്ന അങ്ങയെ കാണുക എന്നത് മാത്രമായിരുന്നു എന്റെ ലക്ഷ്യം. സന്തോഷമായി ഇതാ ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു പോകുന്ന മണ്ഡോദരിയുടെ ചിത്രം. ഇതായിരുന്നു രാവണനും രാമനും തമ്മിലുള്ള അന്തരം. ഇങ്ങനെ നാം നോക്കിക്കഴിഞ്ഞാൽ ഗുരുവിനെ നിന്ദിക്കുന്ന ആളായിരുന്നു. ഋഷീശ്വരന്മാരെ തപസ് ചെയ്യുന്ന സ്ഥലത്ത് ചെന്ന് അവരുടെ മുടിക്കുത്തിൽ പിടിച്ച് അവരെ ഉപദ്രവിക്കുക മാത്രമല്ല, അവരുടെ പത്നിമാരെ ഉപദ്രവിക്കുന്നവരായിരുന്നു ആയിരുന്നു രാവണൻ. ഋഷി കവാടങ്ങളിലൂടെ കടന്നു ചെല്ലുകയും മുനിമാരെയും മുനിപത്നിമാരെയും വലിയ ആദരവോടുകൂടി വണങ്ങുകയും ചെയ്തിരുന്ന രാമൻ, ആ രാമന്റെ ജന്മകൂട്ടിലും അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസത്തിലും അദ്ദേഹത്തിന്റെ വിവാഹവും എല്ലാം ഋഷിമാരുടെ കൽപ്പന പ്രകാരമാണ്. രാമന് വസിഷ്ഠൻ ഉപദേശിച്ചു കൊടുത്ത ഒരു നോട്ട് ബുക്ക്. ആ നോട്ട് ബുക്കിന്റെ പേരാണ് യോഗവാസിഷ്ഠം. 32,000 ശ്ലോകങ്ങളിൽ ഭാരതത്തിന്റെ ജ്ഞാനവിജ്ഞാനങ്ങൾ മുഴുവനും പകർന്നു കൊടുത്ത വലിയൊരു നോട്ട്. ഇങ്ങനെ ഋഷിയെ, ആചാര്യനെ അങ്ങേയറ്റം സ്നേഹിക്കുന്നവനായിരുന്നു രാമൻ. എങ്കിൽ നേരെ വിപരീതമായിരുന്നു രാവണൻ. നേരത്തെ പറഞ്ഞല്ലോ, ബുദ്ധിജീവിയായിരുന്നു രാവണൻ.
ഇഷ്ടംപോലെ പഠിച്ചു, ശാസ്ത്രങ്ങൾ പഠിച്ചിരുന്നു, സംഗീതം അറിയാമായിരുന്നു, പക്ഷേ ഹൃദയമില്ലായിരുന്നു. രാമൻ ഹൃദയജീവിയായിരുന്നു. ഇതാണ് രാമനും രാവണനും തമ്മിലുള്ള മറ്റൊരു വ്യത്യാസം. നാം രാമായണത്തിലൂടെ കടന്നു പോകുമ്പോൾ നാം കണ്ടിട്ടുണ്ട് 10 തലയുള്ള രാവണന്റെ ഓരോ തലയിൽ നുള്ളിയാണ് സമർപ്പിച്ച് അഗ്നിയിൽ സമർപ്പിച്ചുകൊണ്ട് അദ്ദേഹം തപസ് ചെയ്തു. ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരെ വലിയ സമ്മർദ്ദത്തിലാക്കി തന്റെ ഇഷ്ടവരം നേടുന്നതിന് വേണ്ടിയിട്ട് സ്വന്തം ശിരസ് ഒന്നൊന്നായി സമർപ്പിക്കുകയായിരുന്നു. അദ്ദേഹം ഇതിന്റെ സ്ഥാനത്ത് രാമൻ എന്താ ചെയ്തത്? രാമൻ ചെയ്തത് തല കുനിച്ച് തപം ചെയ്യുകയായിരുന്നു. അങ്ങനെ തലനുള്ളിൽ തപസ് ചെയ്യുന്നവരും തല കുനിച്ച് തപസ് ചെയ്യുന്നവരും തമ്മിലുള്ള അന്തരമാണ് രാമായണം നമ്മളെ പറ്റി. രാമൻ എന്ന വാക്കിന്റെ അർത്ഥവും രാവണന്റെ എന്ന വാക്കിന്റെ അർത്ഥവും ആചാര്യന്മാര് പറഞ്ഞു വെച്ചിട്ടുണ്ട്. രാവയതി എന്നാൽ ദുഃഖിപ്പിക്കുന്നവരെന്നാണ് രാവയതി. രമയതി എന്നാൽ രമിപ്പിക്കുന്നവൻ, ആനന്ദിപ്പിക്കുന്നവരെന്നാണ്. അപ്പോൾ കരയിപ്പിക്കുന്നവരിൽ നിന്നും ആനന്ദിപ്പിക്കുന്നവരിലേക്കുള്ള യാത്ര, ആ യാത്രയ്ക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ് രാമായണ മാസത്തിൽ നാം നിർവഹിക്കുന്നത്. അത് കർക്കിടക 31 കഴിയുമ്പോഴേക്കും രാമനെയും രാമായണത്തെയും മാറ്റിവെച്ച് ആളൊഴിഞ്ഞ കോവിലിലെ കൽവിടത്ത് പോലെ നോക്കി വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒന്നല്ല. പിന്നെയോ അത് മനുഷ്യ ജീവിതത്തിന്റെ മാനുവലാണ്. നാം ഒരു മൊബൈൽ ഫോൺ വാങ്ങിയാൽ ഒരു മാനുവൽ തരും, എങ്ങനെ അത് ഉപയോഗിക്കണം. കമ്പ്യൂട്ടർ വാങ്ങുമ്പോഴും ഒന്നും തരും, ഇതെങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ഈശ്വരൻ തന്ന ഈ ജന്മത്തെ എങ്ങനെ ഉപയോഗിക്കണമെന്ന് കഥാരൂപത്തിലൂടെ പറഞ്ഞു വെച്ചിട്ടുള്ളതാണ് രാമായണം. അതുകൊണ്ടാണ് പറഞ്ഞത് മനുഷ്യ ജീവിതത്തിന്റെ മാനുവൽ, സമൂഹ ജീവിതത്തിന്റെ മാനിഫെസ്റ്റോ. ഹിന്ദുക്കൾക്ക് ഒരു കുഴപ്പമില്ല, എന്ത് കിട്ടിയാലും വലിയ ആദരവോടുകൂടി നമ്മൾ കാണപ്പെട്ടു ജീവിതത്തിൽ പറഞ്ഞു. ഇത് നമ്മുടെ ഒരു വലിയ പോരായ്മ. ജീവിതത്തിൽ പകർത്തേണ്ട ഒന്നാണ്. ജീവിതാനുഭവം ഇല്ലാത്ത ഒന്നിനെയും ഞാൻ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞ പരമാചാര്യനായിരുന്ന ശങ്കരാചാര്യ സ്വാമികൾ 4 വേദം ഒന്നിച്ചു പറഞ്ഞാലും അഗ്നിക്ക് തണുപ്പാണെന്ന് പറഞ്ഞാലും ഞാൻ ആ വേദത്തിനെ തള്ളിക്കളയുമെന്നായിരുന്നു ആചാര്യസ്വാമികൾ. കാരണം ജീവിതമാവുകൊണ്ടാണ് എടുത്താൽ പോകാത്ത ആശയങ്ങൾ പറഞ്ഞു നടക്കാൻ ഏത് മണ്ഡലം സാധിക്കും. അത് ജീവിതത്തിൽ പകർന്നെടുത്താണ് മനുഷ്യൻ എന്ന പദത്തിന് നമ്മൾ എല്ലാവരും അർഹരാകും. അങ്ങനെ നോക്കുമ്പോൾ രാമൻ കാരുണ്യത്തിന്റെയും കരുതലിന്റെയും പ്രതീകമായി. രാമൻ ഒരിക്കലും രാവണനോട് യുദ്ധം ചെയ്യണമെന്ന് ഒരിക്കലും ആഗ്രഹമില്ല. യാതൊരു കാരണവുമില്ലാതെ തന്റെ പത്നിയെ കട്ടോണ്ടു പോവുകയും ജനങ്ങളെ ഉപദ്രവിക്കുകയും ഋഷീശ്വരന്മാരെ ഉപദ്രവിക്കുകയും ചെയ്തിരുന്ന രാവണനെ നമ്മുടെ മോഡേൺ പിള്ളേരുടെ ഭാഷയിൽ പറഞ്ഞാൽ രാമൻ രാവണനോട് പലപ്പോഴും പറഞ്ഞിരുന്നു, പിന്നിട്ട വഴികളിലെങ്ങോ കാലിൽ തറച്ച നീയെന്ന ഉള്ളിനെ ഞാൻ എന്നോ മറന്നിരിക്കുന്നു. മുനയൊടിഞ്ഞ ആ പഴയ ഉള്ളിന് ഇനി എന്നെ കുത്തി നോവിക്കാനാവില്ല എന്ന് രാമൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. മത്സ്യക്കൂർമ്മ വരാഹങ്ങളായിട്ടുള്ള അവതാരങ്ങൾ കൈക്കൊണ്ട കാരുണ്യം ഈ രാവണനോട് പോലും അപാരമായ കാരുണ്യമാണ് കാണിച്ചിരുന്നത്. യുദ്ധം കൊടുമ്പിരിക്കൊണ്ടിരിക്കെ ഒരിക്കൽ രാവണൻ ക്ഷീണിക്കുകയാണ്. നേരം വൈകുന്നേരമായപ്പോൾ
ആ രാവണനോട് രാമൻ പറയുന്ന ഒരു വാക്ക്, നാമയം പാരം നിനക്കൊണ്ടു മാനസേ പോയാലും ഇന്നോ ഭയപ്പെടാതെ നീ ലങ്കയിൽ ചെന്നെങ്ങിരുന്നാലും ആയുധവാഹനത്തോടും വിട്ടു നീ എന്ന് പറഞ്ഞുകൊണ്ട് നീ ഇന്നത്തെ യുദ്ധം മതിയാക്കുക, കണ്ടു കഴിഞ്ഞാൽ ക്ഷീണിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് വീട്ടിൽ പോയി ആയുധങ്ങളെല്ലാം താഴെ വെച്ച് പൊടിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് നാളേക്ക് വരൂ എന്ന് കാണിക്കുന്ന വലിയ ഹൃദയ വിശാലത. ഇതായിരുന്നു രാവണൻ. അത് ഇല്ലാത്തവരായിരുന്നു രാവണൻ. ഇങ്ങനെ നാം രാവ് ഏറെയോളം പറഞ്ഞുകൊണ്ട് ഇരുന്നാൽ രാമന്റെ അവദാനങ്ങൾ നിരവധി നമുക്ക് പറയാൻ സാധിക്കും. ഈ രാമന്റെ ജീവിതത്തെ പിൻവെച്ച് വളർന്നതാണ് നമ്മുടെ നാട്ടുരാജ്യങ്ങൾ ഓരോന്നും. രാമനെയും രാമായണത്തെയും മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു ജീവിതം പോലും നമുക്ക് ദുസ്സഹമായിരുന്നു. നമ്മുടെ മലയാളത്തിലെ ഒരു പ്രസിദ്ധനായ കവി പാടിയത് പറഞ്ഞത്, പുഞ്ചപ്പാടവും കാലവർഷവും പൊന്നോണവും തുഞ്ചലുമില്ലാത്തൊരു കേരളത്തെ കുറിച്ച് നമുക്ക് ചിന്തിക്കാനാവുമോ എന്നാണ്. കാരണം തുഞ്ചത്ത് എഴും ആര്യപാദം മനുഷ്യപത്നേഷു രവിസ്വരൂപന, മനുഷ്യരാകുന്ന താമരയെ വിടർത്താൻ സൂര്യനാകുന്ന ആചാര്യന്മാര് വേണമെന്ന് ആ പറഞ്ഞത്. ഇങ്ങനെ നമുക്കൊരു യാത്ര നടത്തേണ്ടതുണ്ട്. അറിഞ്ഞാണെങ്കിലും അറിഞ്ഞില്ലെങ്കിൽ. നമ്മളെ പൂർവാചൻ ദേവീനെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്, ഈച്ചചത്ത് പൂച്ചയായും പൂച്ചചത്ത് പുലിയായും ഗഗഞ്ചത്ത് അജമായൊക്കെ ആയിട്ട് പല പല ജന്മങ്ങൾ കഴിഞ്ഞു ഇന്നിതാ മനുഷ്യരൂപം എടുക്കുക. പക്ഷെ മനുഷ്യരൂപം കിട്ടിയിട്ടും നമുക്ക് പരാതികളാണ്. കാണുന്നവരോട് കൂടുതലും നമ്മുടെ പരാതികളെ കെട്ടടിച്ചു വെക്കുകയാണ്. അങ്ങനെയല്ല വേണ്ടത്. ഈ കിട്ടിയ ജന്മത്തെ ഇതൊരു അടുത്ത യാത്രയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പാണ്. ആ തയ്യാറെടുപ്പില് നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മള് ഇപ്പോ കേരളത്തിൽ നിന്ന് ഡൽഹിക്ക് പോകുമ്പോ അല്ലെങ്കിൽ ബോംബെയിലേക്ക് പോകുമ്പോ അവിടെ ചെന്ന് കഴിഞ്ഞാൽ എങ്ങനെ പോകും തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ച് മുൻകൂട്ടി നെറ്റിൽ നോക്കി മനസ്സിലാക്കാറുണ്ട്. ഇതുപോലെ ഈ ജന്മം ലഭിച്ച ഈ ജന്മം എങ്ങനെയാണ് നമുക്ക് ചെലവഴിക്കേണ്ടത് എന്ന് കാണിക്കാനുള്ള ഒരു ടൂറിസ്റ്റ് മാപ്പ്, അങ്ങനെയാണല്ലോ ടൂറിസ്റ്റുകൾക്ക് കൊടുക്കുന്ന മാപ്പ് പോലെ ഉള്ളതാണ്. അയ്യോ എന്റെ യാത്രയിലെ ഒരു കാര്യം ഇതിൽ എഴുതി വെച്ചിട്ടില്ലല്ലോ എന്നാണ് എങ്കിൽ ഗ്രന്ഥങ്ങൾ ഓരോന്നും വാക്കുകൾ ഓരോന്നും വലിയ കോഡാണ്. ആ കോഡിനെ ഡീകോഡ് ചെയ്യുന്നു. ഡീകോഡ് ചെയ്യുമ്പോൾ എന്നെ കുറിച്ചായിരുന്നു പാടിയ പാട്ടുകൾ ഓരോന്നും എന്നെ കുറിച്ചായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ഈ നിലയിൽ കുറെയെങ്കിലും മനസ്സിലാക്കിയ വലിയൊരു വിഭാഗം ജനങ്ങൾ നമുക്കുണ്ടായി. അതുകൊണ്ടാണ് വയനാട് നമുക്ക് ധാരാളം പ്രദേശങ്ങൾ, ആ സ്ഥലങ്ങൾ ഓരോന്നും അവര് പറയുന്നത് രാമൻ പുല്ലിൽ പള്ളി കൊണ്ട സ്ഥലമാണ് പുൽപ്പള്ളി. സീതാദേവിയെ അടുത്ത് വന്ന മാൻ ഒരു വാടികയിൽ ഒരു പൂന്തോട്ടത്തിൽ വന്ന് നിന്ന സ്ഥലമാണത്രേ മാൻ അന്ത വാടികയിൽ. ആ വാടികയിൽ വന്നത് നിന്ന സ്ഥലമാണത്രേ മാനന്തവാടിയിലേക്കാണ്. സീതാമടി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് പോയതാണ്. സീത ലവകുശന്മാരെ മടിയിൽ വെച്ച് ഓമനത്തിങ്കൽ കിടാവുമെന്ന് കാരാട്ട് പാടിയത് ഈ സീതാമടി എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ ഇന്നും വാൽമീകി മഹർഷി തപം ചെയ്ത കുറ്റുകൾ പോലെയുള്ള സ്ഥലം അവിടെയാണോ എന്നതിനെ കുറിച്ച് നമുക്കറിയില്ല. പക്ഷെ അവിടെ വിശ്വസിക്കുന്നു.
ഇത് നാം എവിടെ ചെന്നാലും കഴിഞ്ഞ മിനിഞ്ഞാന്ന് ഞാൻ നാസിക്ക് കേട്ട പരിപാടിയിൽ പങ്കെടുത്തു. അത് ശ്രീരാമചന്ദ്രനും ലക്ഷ്മണനും സീതാദേവിയും കൂടി വനവാസം നടത്തുന്ന കാലഘട്ടത്തിൽ ശൂർപ്പണക്ക് വരികയും ശൂർപ്പണകയുടെ നാസിക മുഖം മുറിക്കുന്നതായ ഒരു രംഗമാണ്. അതുകൊണ്ടാണ് നാസിക് എന്ന് അതിന് പേര് വരുന്നത്. അവരങ്ങനെയാണ് വിശ്വസിക്കുന്നത്. നമ്മുടെ കൊല്ലത്ത് ചതയമംഗലം എന്ന് പറയുന്ന സ്ഥലമുണ്ട്. ജടായുമംഗലം എന്നാണ് അത്ര അതിന്റെ പഴയത്. ആ ജഡായുസ് വീണ സ്ഥലമാണ് എന്നുള്ളത് കൊണ്ട് അവിടെ വലിയ ജഡായുവിന്റെ വലിയ പ്രതിമയെല്ലാം അവിടെ പണിതിട്ടുള്ളതായിരുന്നു. ഇത് കാണിക്കുന്നത് മണ്ണിലേക്കും മനുഷ്യ ഹൃദയങ്ങളിലേക്കും രാമനെയും രാമായണ സംസ്കാരത്തെയും മറിച്ചു നട്ടത്. അതിന് അത് ഉണങ്ങാൻ തുടങ്ങിയത് എപ്പോഴാണ് എന്ന് ചോദിച്ചാൽ ആധുനിക വിദ്യാഭ്യാസം വരുന്നത്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരു തരത്തിലും ഫാഷൻ ഇല്ലാത്തത് എന്നൊരു ധാരണയിലേക്ക് മാറിയതോടുകൂടി ഇതെല്ലാം ഒരു അമ്മുമ്മ രാമായണം എന്ന കണക്കെ മാറാൻ തുടങ്ങി. അതിന്റെ ഫലം ദുരനുഭവം നമ്മളിലേറെ പേരും നോക്കിക്കണ്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഇന്ന് നഷ്ടപ്പെട്ടു പോയ ഈ ഒരു സംസ്കാരത്തെ പിടിച്ചെടുക്കുന്നതിന് വേണ്ടി കർക്കടകമായി കഴിഞ്ഞാൽ ഇങ്ങനെ ഒത്തുചേരാൻ, ഓണമായി കഴിഞ്ഞാലും എല്ലാവരും കൂടിയിരുന്ന് പച്ചക്കറി നുറുക്കി പഴയ കാലത്തെ കഥകൾ പറഞ്ഞ് ഓണത്തെ നമ്മൾ പുനരാവിഷ്കരിക്കാം. ബോംബെയിലും ബാംഗ്ലൂരിലും ഡൽഹിയിലും ഒക്കെയുള്ള മലയാളികളുടെ പരിപാടിയിലൊക്കെ ഞാൻ പോകുമ്പോൾ അവരുടെ ആ തീക്ഷ്ണമായ മനുഷ്യ ആ ഒരു ഇടപെടലുകളിൽ കണ്ട് അസൂയപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ചോദിച്ചപ്പോ അവര് പറഞ്ഞത്, പക്ഷേ ഞങ്ങൾക്ക് ഇതെല്ലാം കൊച്ചുകുട്ടികളായിരുന്ന സമയത്ത് ലഭിച്ചിട്ടുണ്ട്, പക്ഷെ ഞങ്ങളുടെ മക്കൾക്ക് അതില്ല. അതുകൊണ്ട് അവർക്കിതെന്താണ് എന്ന് അനുഭവിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങളെല്ലാം എത്ര തിരക്കുണ്ടെങ്കിലും ഒന്നിച്ചു ചേർന്ന് നവരാത്രിയും ശിവരാത്രിയും രാമായണ മാസവും ആഘോഷിക്കാൻ ഈ ഒരു സ്പിരിറ്റ് തന്നെയാണ് ജന്മം കൊണ്ട് മലയാളികളാണെങ്കിലും ചെന്നൈയിൽ ജീവിക്കാൻ നമ്മൾ ഓരോരുത്തരും രാമായണം ആഘോഷിക്കുമ്പോൾ, രാമായണ മാസം ആഘോഷിക്കുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും വിചാരം എന്ന് ഞാൻ കരുതുന്നു. ഓരോ ദിവസവും ഈ നിലയില് നാം നടത്തുക വഴി വാസ്തവത്തിൽ വലിയൊരു വിത്തുൽപാദനം, വിത്ത് നടലാണ്. വിത്തിട്ട് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് കാണാൻ പറ്റില്ല, പക്ഷെ അത് പതുക്കെ വളർന്നു വരും. ഈ നന്മയുടെ വിത്ത് നാളെ അത് 10 മടങ്ങായി വളർന്നു വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് ഇതിന്റെ സംഘാടക രംഗത്തും ഇതിൽ പങ്കാളികളാകുന്ന ഓരോരുത്തരും ഈ വലിയ നന്മയുടെ വിത്ത് ഉത്പാദനമാണ് നടക്കുന്നത്. അതിന് ദീർഘകാലമായിട്ട് ഞാൻ ശ്രീനിവാസേട്ടനിൽ നിന്ന് മനസ്സിലാക്കിയത് വളരെ കാലങ്ങളായിട്ട് ഈ പരിപാടി നടന്നു പോകുന്നു. ഈ വർഷത്തെ പരിപാടിയിൽ എന്നെ വിളിക്കാൻ കാണിച്ച സൗമനസ്യത്തിന് തീർച്ചയായിട്ടും ഞാൻ നന്ദിയുള്ളവരാണ്. ആ നന്ദിക്കൊരു ഹൃദയബന്ധമുണ്ട് എന്ന കാര്യം ഞാൻ നേരത്തെ കൊടുത്തു. എന്റെ മോളും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. ശ്രീനിവാസേട്ടനെ വിളിച്ചിരുന്നു. അപ്പോ അതിനെല്ലാം നന്ദി പറയുന്നതോടൊപ്പം ഇന്ന് നമ്മുടെ ഇതിന്റെ സംഘാടകനായിട്ടുള്ള ശ്രീനിവാസേട്ടന്റെ ജന്മദിനം കൂടിയാണ്. അതുകൊണ്ട് ആ ജന്മദിനത്തിന് എല്ലാവിധ ആശംസകൾ അർപ്പിക്കുന്നതോടൊപ്പം അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയൊരു സുഹൃത്തും കേന്ദ്ര ഗവൺമെന്റിലെ മിനിസ്ട്രി ഓഫ് ലേബർ ആൻഡ് ഇൻഡസ്ട്രീസിന്റെ കീഴിലുള്ള ESI കോർപ്പറേഷന്റെ ബോർഡ് മെമ്പറും ഭാരതീയ മസ്ദൂർ സംഘത്തിന്റെ അഖിലേന്ത്യാ സെക്രട്ടറിയുമായിട്ടുള്ള ശ്രീ ബി രാധാകൃഷ്ണൻ അദ്ദേഹത്തിന് ശ്രീനിവാസൻ ചേട്ടനോട് എന്താ പറയാ
ജന്മദിനാശംസകൾ നേരണമെന്ന് പറഞ്ഞിരുന്നു. എല്ലാവരുടെ വിനീതമായ നമസ്കാരം. ചെന്നൈയിലെ നമ്മുടെ മലയാള സൂക്ഷികൾ സംഘടിപ്പിക്കുന്ന വളരെ പ്രളയകരമായ രാമായണ നാരായണ പരിപാടിയും അതിന്റെ കാര്യം നടക്കുന്നുണ്ട്. ഞാനും നടേശനും ഫാമിലിയും നടേശനും മോളുമായിട്ട് ഒരു 15 ദിവസം മുമ്പ് ചെന്നൈ വന്നിരുന്നു. ആ സമയത്ത് ശ്രീനിവാസന്റെ വീട്ടിൽ പോകാനും ഒരേ സമയം അവിടെ ചർച്ച ചെയ്യാനും അതോടൊപ്പം തന്നെ പാണ്ഡ്യജന്യം ഭാരതത്തിന്റെ ഒരു സൗത്സവം ഔദ്യോഗികോദ്ഘാടനം കൂടി നിർവഹിക്കാൻ കഴിഞ്ഞു. ശ്രീനിവാസനെ സംബന്ധിച്ച് എന്റെ നാട്ടുകാരനാണ്. ചെന്നൈയിലെ ജന്മം കൊണ്ടും കർമ്മം കൊണ്ടും ചെന്നൈക്കാരനാണെങ്കിലും തൃശ്ശൂർ ജില്ലയിലെ ചേർപ്പിലെ ചൊവ്വൂരെന്ന സ്ഥലത്താണ് ശ്രീനിവാസന്റെ സ്ഥലം. അദ്ദേഹം വീട്ടിൽ നാട്ടിൽ വരുമ്പോൾ തീർച്ചയായിട്ടും കാണാമെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ഒരു നമ്മുടെ ഹിന്ദു സംസ്കാരം അനുസരിച്ചിട്ട് ഒരു മാതൃകാ കുടുംബവും മാതൃകാ ദമ്പതികളും എങ്ങനെയാകണമെന്നുള്ള മൗഢോപകരണമാണ് ശ്രീനിവാസന്റെ ശക്തി എന്ന് പറഞ്ഞാൽ ശ്രീനിവാസന്റെ കമ്മ്യൂണിറ്റി എല്ലാവരോടും യോഗ്യമായ രീതിയിൽ ഒരു മാതൃകാ കുടുംബം നയിക്കാൻ കഴിയുന്ന ഒരു ശ്രീനിവാസന്റെ ഒരു ആത്മീയ രംഗത്ത് സംസ്കാര രംഗത്ത് പ്രവർത്തിക്കുന്ന ശ്രീനിവാസന് ആയുരാരോഗ്യ സൗഖ്യവും ദീർഘകാലം നമ്മുടെ ഈ സംസ്കാരവും ഹിന്ദു പൈതൃകവും രാമായണവും മഹാഭാരതവും എല്ലാം പ്രചരിപ്പിക്കാനും അത് കൂടുതൽ ആളുകൾ എത്തിക്കാനും അത് പ്രാധാന്യവും എല്ലാം തന്നെ പ്രവർത്തിക്കുന്ന മുഖ്യകാര്യത്തിൽ പ്രവർത്തിക്കുന്ന ശ്രീനിവാസത്തിന് എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യങ്ങളും 1000 പ്രവർത്തനങ്ങളെ ദർശിച്ചുകൊണ്ട് ജീവിതം വരാനും ആയുരാരോഗ്യവും സന്തോഷവും സംതൃപ്തിയും നന്ദിയും വേഗത്തും പുരോഗതി ഉണ്ടാകാൻ വേണ്ടി ഈ അവസരത്തിൽ എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. അതോടൊപ്പം തന്നെ ഇന്നത്തെ പരിപാടി പങ്കെടുക്കുന്ന എല്ലാ ശ്രീരാമ ഭക്തന്മാർക്കും നമ്മുടെ ജീവിതത്തിലും ശ്രീരാമ പാരായണത്തിലൂടെ രാമായണത്തിലൂടെ അവർക്ക് പറഞ്ഞു നൽകുന്ന ജീവിത സന്ദേശം നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ മക്കളിൽ നിന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഹിന്ദു ധർമ്മത്തിന്റെ അത്യന്തികമായ ഒരു ലക്ഷ്യത്തിലെത്തിയുള്ള പ്രവർത്തനമാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് എല്ലാ പ്രവർത്തനങ്ങൾക്കും ഹൈന്ദവ സംസ്കാരത്തിൽ ഉന്നതിക്ക് വരെ പ്രവർത്തിക്കുന്ന ഈ പരിപാടി പങ്കെടുക്കുന്ന എല്ലാവരും നേരിട്ടതൊന്നും പരിചയമില്ല. എന്നാലും നമ്മളെല്ലാവരും മനസ്സിന്റെ ഹൃദയത്തിൽ നമ്മൾ അറിയാവുന്ന ഒരു കണക്ഷൻ എല്ലാവരും ഉണ്ട്. ലോകത്ത് എല്ലാ ആളുകളുമായിട്ട് നമുക്ക് കണക്ഷനുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഊഷ്മളമായ അഭിനന്ദനങ്ങളും ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. ചെയ്യുവാൻ നന്ദി, വളരെ നന്ദി, വളരെ നന്ദി. ഇവിടെ ഒരു തമാശ നടന്നു. ഒരു തമാശ നടന്ന കാര്യം ഞാനിപ്പോ ഒന്ന് ഷെയർ ചെയ്യാം. ഈ വിധി എങ്ങനെ കളിക്കാന്നറിയില്ല. ഞാൻ ഇന്ന് സത്യത്തിൽ പ്രൊഫസർക്ക് ഒരു അത്ഭുതം കൊടുക്കണമെന്ന് വെച്ചിട്ട് ഞാൻ വിചാരിച്ചു അദ്ദേഹത്തിന്റെ മകളെ കൊണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യിക്കണമെന്ന്. അവൾ അതിന് സമ്മതിക്കുകയും ചെയ്തു. അപ്പൊ ഞാൻ ശരി മോളെ അച്ഛനെ അറിയുന്നത് അച്ഛനെ ഒരു സർപ്രൈസ് ആകട്ടെന്ന് വിചാരിച്ചു. പക്ഷെ അവർക്ക് മീറ്റിംഗ് ഉണ്ടായിരുന്നു. അത് കാരണം പറ്റില്ല. 5 മിനിറ്റ് മുമ്പ് എന്നോട് പറഞ്ഞിരുന്നു അങ്ങനെ പറ്റുന്നില്ല, മീറ്റിംഗ് ഉണ്ട്, കുറച്ച് കഴിഞ്ഞിട്ടാണ് അവള് വന്ന് ജോയിൻ ചെയ്തത്. പക്ഷെ പ്രൊഫസർ വന്നിട്ട് അതിന്റെ പിന്നിൽ രാധാകൃഷ്ണന്റെ പിന്നിൽ ഇരുത്തിയിട്ടാണ് 30 മിനിറ്റ് എന്നോട് സംസാരിച്ചതെന്നുള്ളത്. അതിനേക്കാൾ എനിക്കൊരു വലിയൊരു സർപ്രൈസ് ആയിട്ടാണ് കിട്ടിയത്. അത് പിന്നീട് ഒരു കളിയെന്നൊക്കെ പറയില്ലേ, നന്നായിട്ടുണ്ട്. നമസ്കാരം. ഏറ്റവും വലിയൊരു ആശംസയായി ഞാൻ കിട്ടുന്നു. സർപ്രൈസ് നിങ്ങളാണ് തന്നത്. സത്യത്തിൽ ഞാൻ തരണമെന്നാണ് ഉദ്ദേശിച്ചായിരുന്നു. അതൊന്നുമില്ല. മറ്റൊരു സന്ദർഭത്തിലേക്ക് ഞാൻ അത് നീട്ടി വെക്കുന്നു. നമസ്തേ. നമസ്തേ നടേശൻ സാർ, ഞങ്ങളോട് കൂടെ ശരി. നമസ്തേ. നമ്മുടെ ഒരു 5 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യണമെങ്കിൽ ആരൊക്കെ കണ്ടിട്ട് പോവാം സാർ? തീർച്ചയായിട്ടും പോകും. കോമളവല്ലി ചേച്ചി, ശ്രീമതി കോമളവല്ലി ചേച്ചി ആരത്തി പാട്ട് തുടങ്ങിപ്പോയി. വർദ്ധനം പൂർവാരുതമിവ ബന്ധനാത് മൃത്യോ മുക്തീയമാമൃതേ. ഓം അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോ മാം അമൃതംഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ
പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. രാമചന്ദ്രായ ജനകരാജാമനോഹരായ മാമകാഭീഷ്ടതായ മഹിതമംഗളം കോസലേശായ മന്ദഹാസദാസപോഷണായ വാസവാദിവിനുദ സർവരദമംഗളം ചാരുകുങ്കുമോപേത ചന്ദനാനുചർച്ചിതായ ഹാരകടികശോഭിതായ സൂരിമംഗളം ലളിതരത്നകുണ്ടലായ തുളസീവനമാലികായ ജലജസദൃശദേഹായ ചാരുമംഗളം ദേവകീസുപുത്രായ ദേവദേവോത്തമായ ശാപപാദഗുരുവരായ ഭവ്യമംഗളം പുണ്ടരീകാചായ പൂർണ്ണചന്ദ്രാനനായ അണ്ഡജാതവാഹനായ അതുലമംഗളം വിമലരൂപായ വിഹിതവേദാന്തവേദായ സുമിതചാരുകാമിതായ ഭവ്യമംഗളം രാമദാസമൃദുലഹൃദയ താമരസനിവാസായ സ്വാമി ഭദ്രഗിരിവരായ സർവമംഗളം സ്വാമി ഭദ്രഗിരിവരായ സർവമംഗളം സർവമംഗളം. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ശ്രീമത് നാരായണായേതി സമർപ്പയാമി. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ഹരി ഓം. നമസ്തേ. എല്ലാവർക്കും നമസ്തേ. നാളെ നമ്മളുടെ പ്രഭാഷക ശ്രീമതി ഭുവനേശ്വരി മാമിയാണ്. ഭുവനേശ്വരി മാമി ഒരിക്കൽ നമ്മളോട് പ്രഭാഷണം ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ കൂടുതൽ നമ്മൾ ഇൻട്രൊഡക്ഷൻ ഒന്നും ചെയ്യുന്നില്ല. മാമിയും கம்பரோட சொல்லுக்கு அகத்தியர் அப்படின்னு தானே சொல்லுவாங்க மாமி. சொல்லுக்கு அகத்தியர் தானே. அது விட்டா அப்புறம் நான் பார்த்ததுல மாமியை சொல்லுது. நாளைக்கு அப்படி சொல் நமக்கு கேட்கலாம். நாங்க அவர்தான் எதிர்பார்த்துக்கிட்டு இருக்கோம். மாமிக்கு 2 நாள் டைம் கொடுத்துன்னு சொன்னா நிச்சயமா கொடுத்துருக்கேன். நேற்றுக்கே கொடுத்துருக்கேன். നടേശൻ സാർ നമസ്കാരം. പോയിട്ടില്ലെങ്കിൽ നമസ്തേ വന്നതിന് വളരെ സന്തോഷം. രാധാചേട്ടനോട് പ്രത്യേകം ചോദിച്ചതായിട്ട് പറയുക സാർ. നമസ്തേ.